ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാസ്റ്റർ പറഞ്ഞതുപോലെ അല്പകാലത്തിന് ശേഷം നിങ്ങളുടെ എല്ലാം മധ്യത്തിലാകുവാൻ, പ്രത്യേകിച്ച് വചനവുമായിട്ട് നിങ്ങളുടെ മധ്യത്തിലാകുവാൻ ദൈവം നൽകിയ വായുവിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് എല്ലാവരും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തിരിയാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 32-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. എല്ലാവരും എത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഉൽപ്പത്തി 32-ന്റെ 1-2. യാക്കോബ് തന്റെ വഴിക്ക് പോയി. ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് മഹനയീം എന്ന് പേരിട്ടു. ഇതിന്റെ പശ്ചാത്തലം ഒന്ന് വ്യക്തമാക്കിയിട്ട് ഇന്നത്തെ ദൂതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പശ്ചാത്തലം എന്ന് പറയുന്നത്, യാക്കോബ് 10-20 വർഷമായിട്ട് തന്റെ വീട്ടിൽ നിന്ന് തന്റെ അമ്മാവനായ ലാബാന്റെ അടുത്ത് പോയി ഇരിക്കുകയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലേക്ക് പിന്നീട് നമുക്ക് കടക്കാം. അത് കഴിഞ്ഞ് താൻ മടങ്ങി വരികയാണ്. ഇതൊരു മടങ്ങി വരവിന്റെ പശ്ചാത്തലമാണ്. മടങ്ങി താൻ വാഗ്ദത്ത ദേശത്തിലേക്ക് കടന്നു വരികയാണ്. കുറച്ചുകൂടെ വിപുലീകരിച്ച് പറഞ്ഞാൽ, തന്നെ കൊല്ലാനായിട്ടിരിക്കുന്ന തന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കിലേക്ക് വരികയാണ്. അപ്പോൾ അനിശ്ചിതാവസ്ഥ നിറഞ്ഞു നിൽക്കുന്ന ഒരു യാത്രയാണ്. ഈ അനിശ്ചിതാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമോ? അനിശ്ചിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നും നിശ്ചയിച്ച് പറയാൻ പറ്റത്തില്ല, ഒരു ഉറപ്പുമില്ല, അല്ലെ? ഇപ്പൊ ഏതൊരു സഹോദരി ഇപ്പൊ 12 മണിക്ക് യാത്ര ചെയ്യാൻ പോകുന്നു, അല്ലെ? നമുക്ക് ഈ വിദേശത്തേക്കോട്ടുള്ള യാത്ര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ടെൻഷനൊക്കെ കാണും. കാരണം ഇവര് പോയിട്ടില്ലാത്തൊരിടം, അല്ലെ? അല്ലാതെ രാവിലെ എഴുന്നേറ്റ് പള്ളി വരിക പല പ്രാവശ്യം ആയതുകൊണ്ട് അനിശ്ചിതാവസ്ഥയൊന്നുമില്ല, അല്ലെ? പക്ഷെ ഇതങ്ങനല്ല. എന്തായി തീരുമെന്ന് യാക്കോബിന് വലിയ ഉറപ്പൊന്നുമില്ല. കാരണം 10-20 വർഷം മുമ്പ് അവസാനം കേട്ടത് ഏശാവിനെ കൊല്ലാനിരിക്കുകയാണ്, അല്ലെ? ഈ കഥ അറിയാത്തവർക്ക് കഥ പിന്നീട് ഞാൻ കുറച്ച് വിപുലീകരിച്ച് പറയാം. പക്ഷേ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മടക്കയാത്രയിലാണ് യാക്കോബ്. ഒരു അനിശ്ചിതാവസ്ഥ നിറഞ്ഞ ഒരു യാത്രയുടെ മധ്യത്തിലാണ്. അവിടെയാണ് നമ്മൾ വായിക്കുന്നത്, ലാബാൻ മടങ്ങിപ്പോയി, യാക്കോബ് തന്റെ വഴിക്ക് പോയി. അവിടെ അവൻ ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വരുന്നത് കണ്ടു. അപ്പോഴാണ് യാക്കോബ് ആ സ്ഥലത്തിന് ഒരു പേരങ്ങിട്ടു. എന്താണ്? മഹനയീം, അല്ലെ? ഈ പ്രത്യേകിച്ച് ഈ വാക്കിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട്, പലപ്പോഴും നമുക്ക് മലയാളികൾക്ക് ഈ വാക്ക് കാണുമ്പം വേറൊരു വാക്കായിട്ട് തോന്നും. ഏതാ ആ വാക്ക്? മഹനീയം. മഹനീയം എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്തോ? മഹനയീം എന്നാണ്. നിങ്ങൾ പുറത്തിറങ്ങി സഭയുടെ പേര് വായിച്ചു നോക്കണം, അവിടെയും മഹനീയം എന്നല്ല എഴുതി വെച്ചിരിക്കും. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, മഹനീയം സഭയില്. ഇത് മഹനീയ സഭയൊക്കെ തന്നെ, അതൊക്കെ സംഭവിച്ചു. മഹനയീം എന്നാ ഇവിടുത്തെ, അല്ലെ? ആ ദീർഘമുള്ള വള്ളി യായിലാണ്, അല്ല നായിലല്ല, അല്ലെ? അപ്പോ ഈ മഹനയീം എന്താണ് ഈ യാക്കോബ് ഇവിടെ പേരിടാൻ കാരണം? അപ്പൊ ഈ മഹനയീം എന്നുള്ള വാക്ക് എബ്രായ ഭാഷയിലെ ഒരു ബഹുവചനമാണ്. അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പാളയം എന്നുള്ള അർത്ഥത്തിലുള്ളൊരു വാക്കാണ്, അല്ലെ? പാളയം എന്ന് പറഞ്ഞാൽ പട്ടാളപ്പാളയം എന്നാണ് ശരിക്കും തമിഴിൽ പറയുന്നത്. നമ്മുടെ ഭാഷയിൽ പാളയം പാളയം എന്നുള്ളൂ. പിന്നെ ഇപ്പൊ തിരുവനന്തപുരത്തുകാർക്ക് ഒരു പാളയം അറിയാവുള്ളൂ, അല്ലേ? മീൻ വാങ്ങിക്കാൻ പോണേ പാളയം, അല്ലേ? ഇവിടെ ഉള്ളവർക്കൊന്നും അവിടെ വരെ വരണ്ട. നമ്മളെ പോലെയുള്ള സിറ്റി കിടക്കുന്നവർക്ക് അങ്ങ് പോകണം, അല്ലേ? എന്താ ഈ പാളയം? ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിഞ്ഞൂടെ, പ്രായവർക്ക് അറിയാം, അല്ലേ? പാളയം എന്ന് പറഞ്ഞാൽ പട്ടാള ക്യാമ്പാണ്. അതും ഇവിടെ മലയാളം ബൈബിളിൽ തർജ്ജിമ ചെയ്തിരിക്കുന്നത്, യാക്കോബ് അവരെ കണ്ടു, ഇത് ദൈവത്തിന്റെ സേന എന്നാണ്. സേന എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മഹനയീമിന്റെ അർത്ഥം മനസ്സിലാകത്തില്ല. സേനയെക്കാളും ഇത് ക്യാമ്പാണ്. ഇംഗ്ലീഷിലൊക്കെ ക്യാമ്പ് എന്ന് പറയും, അല്ലെങ്കിൽ വേറൊരു ഭാഷയുണ്ട് കന്റോൺമെന്റ്. എന്താ അതിന്റെ അർത്ഥം? പട്ടാളക്കാരുടെ സങ്കേതം. ഒരു സൈന്യം കമ്പൊക്കെ അടിച്ച ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് പാളയം, അല്ലെ? ഇപ്പൊ ഒരു സൈന്യം, ഒരു ആർമി ഒരു സ്ഥലത്ത് വന്ന് അവരൊക്കെ കമ്പൊക്കെ അടിച്ച് ഇപ്പൊ പാങ്ങോട് പോയാൽ കാണുന്നത് അത് അവരുടെ പട്ടാളത്തിന്റെ പാളയമാണ്, അല്ലെ? അതാണ് ഇവിടെ സേന എന്ന് തർജ്ജിമ ചെയ്ത് വെച്ചിരിക്കുന്ന വാക്ക്. എബ്രായ ഭാഷയിൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പം സേനായും മഹനയീമും ഒരു വാക്കാണ്. ഒന്ന് ഏകവചനവും മറ്റേത് ബഹുവചനവുമാണ്. പക്ഷെ യാക്കോബ് പാളയം എന്നല്ല വിളിച്ചത്. പിന്നെന്താ വിളിച്ചത്? തിരുവനന്തപുരത്തുകാരെ പോലെ പാളയങ്ങൾ, അല്ലെ? നമ്മളെല്ലാം വെള്ളങ്ങളും, അല്ലെ? എല്ലാം ബഹുവചനത്തിന്റെ ആൾക്കാരാണ്. നമ്മൾ വളരെ സമൃദ്ധിയുടെ ആൾക്കാരാണ്, അല്ലെ? വെള്ളം പോലെ വെള്ളങ്ങൾ വേണം, അല്ലെ? പക്ഷേ യാക്കോബ് വിളിച്ചത് ഇത് 2 കൂട്ടം അല്ലെങ്കിൽ 2 പാളയങ്ങൾ. ഇതങ്ങനെ പറയാൻ കാരണം
ദൂത് മനസ്സിലായോ? യാക്കോബ് പറയുകയാണ്, നഗ്ന നേത്രം കൊണ്ട് നോക്കിയാൽ ഇവിടെ ഒരു പാളയേ ഉള്ളൂ, ഒരു കൂട്ടമേ ഉള്ളൂ. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും, ഭാര്യമാരും എൻ്റെ മക്കളും, എൻ്റെ കൊച്ചുമക്കളും, പിന്നെ എൻ്റെ ആടുകളും മാടുകളും ഒക്കെ, അല്ലെ? മനുഷ്യന് നോക്കിയാൽ ഇവിടെ ഒരൊറ്റ പാളയമേ ഉള്ളൂ. പക്ഷേ ദൂതന്മാരെ കണ്ടു കഴിഞ്ഞിട്ട് യാക്കോബ് പറയും ഇവിടെ 2 പാളയേ ഉള്ളൂ. ഇത്രയൊക്കെ മനസ്സിലായി. ഈ യാത്രയിൽ ഞാൻ തനിച്ചല്ല. ഞാൻ ഒരു പാളയമായിട്ട് ഇങ്ങനെ പോകുന്നെങ്കിലും എൻ്റെ കൂടെ വേറൊരു പാളയമുണ്ട്, ദൈവദൂതന്മാരുടെ പാളയം. അതാണ് അതിനെ മഹനയീം എന്ന് വിട്ടത്. ഇവിടെ 2 പാളയമുണ്ട്, ഇവിടെ 2 പാളയമുണ്ട്, ഇവിടെ 2 കൂട്ടരുണ്ട്, ഇവിടെ 2 സൈന്യങ്ങളുണ്ട്. ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെയുണ്ട്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വേറൊരു പാളയം, വേറൊരു സഭ, വേറൊരു കൂട്ടം എന്നോട് കൂടെ ഈ യാത്രയിലുണ്ട്. അതുകൊണ്ടാണ് അവൻ വിശ്വാസത്താൽ ഈ പേരിട്ടത് മഹനയീം, അല്ലേ? നമ്മള് പിന്നീട് വചനത്തിൽ നോക്കുമ്പോൾ, അല്ലെ, അറിയാവുന്ന വാക്യങ്ങളാണ്. 34-ാം സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം, അല്ലെ? യഹോവയുടെ ദൂതൻ ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഈ വാക്ക് പിന്നീട് ഒരുപാട് സങ്കീർത്തനങ്ങളുണ്ട്, അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇതാണ്, പാളയം. എന്തുകൊണ്ടോ ഉൽപ്പത്തിയിലെ സേന എന്നാണ്. പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. 91-ാം സങ്കീർത്തനം 11-ാം വാക്യം, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പൊ ഇവിടെ മഹനയീം എന്ന് യാക്കോബ് പേരിട്ടപ്പോൾ യാക്കോബ് പറയുന്നത്, ഞാൻ ഈ യാത്രയിൽ ഒറ്റയ്ക്കല്ല, ദൈവത്തിന്റെ സംരക്ഷണം എനിക്കുണ്ട്. ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ് ഞാൻ ഈ യാത്രയിൽ മുന്നോട്ട് പോകുന്നത്. അനിശ്ചിതാവസ്ഥയൊക്കെ ഉണ്ട്, ഭയപ്പെടുത്തുന്ന പല വിഷയങ്ങളുമുണ്ട്, പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല. ഇന്ന് ഈ വർഷത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച ഞാനിവിടെ വരാതായിട്ട് കുറെ ആഴ്ചയായി, എന്നിട്ടും എന്നെ ഇവിടെ വരുത്തിയത് ഈ ദൂത് ഇവിടെ ഇരിക്കുന്ന സകലരോടും വിളിച്ചു പറയാനാണ്. സഹോദര സഹോദരി, നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. മഹനയീം എന്നുള്ള വാക്ക് ഓർത്തു വെക്കുക. ദൈവം കൂടെയുണ്ട്. അവന്റെ ദൂതന്മാരുടെ പാളയം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. യഹോവയുടെ ദൂതൻ പാളയം ഇറങ്ങി തന്റെ ഭക്തന്മാരെ വിടുവിക്കും. അനിശ്ചിതാവസ്ഥകളുടെ മധ്യത്തിൽ ഓർക്കുക, ദൈവം കൂടെയുണ്ട്, കൃപയുടെ നാഥൻ കൂടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല. ഇവിടെ ഇരിക്കുന്ന അനേകരോട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ യാത്രയിൽ ഞാൻ കൂടെയുണ്ട്. അത് അക്ഷരാർത്ഥത്തിലുള്ള യാത്രയാകണമെന്നില്ല. ഇപ്പൊ ഇന്നൊരു സഹോദരി അക്ഷരാർത്ഥത്തിൽ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. പക്ഷെ നമ്മളെല്ലാവരും അങ്ങനെ അക്ഷരാർത്ഥത്തിലുള്ള യാത്രയിലൊന്നും ആകണമെന്നില്ല. പക്ഷേ അനിശ്ചിതാവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് പല രീതിയിൽ കടന്നു വരാം. രോഗത്തിന്റെ അനിശ്ചിതാവസ്ഥ, വാർദ്ധക്യത്തിന്റെ അനിശ്ചിതാവസ്ഥ, ഭാവിയുടെ അനിശ്ചിതാവസ്ഥ, ശുശ്രൂഷയുടെ അനിശ്ചിതാവസ്ഥ, കുടുംബജീവിതങ്ങൾക്കകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അനിശ്ചിതാവസ്ഥ. ആ യാത്രയിൽ, ദൈവവുമായിട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഇവിടെ 2 പാളയമുണ്ട്, ഇവിടെ 2 കൂട്ടരുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല. പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ച് ദൈവദൂതന്മാര് നമ്മുടെ കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, ദൈവദൂതന്മാരെക്കാളും ശ്രേഷ്ഠമായ നാമത്തിന് അവകാശമായ ഇമ്മാനുവലാം യേശു ക്രിസ്തുവാം ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഏതെങ്കിലും ഒരു ദൂതനല്ല നമ്മുടെ കൂടെ ഉള്ളത്, ഈ ദൈവം തന്നെ നമ്മളോട് കൂടെയുണ്ട്. അപ്പൊ ഈ മഹനയീം എന്നുള്ള വാക്ക് പറയാൻ നമുക്ക് യാക്കോബിനെക്കാളും യോഗ്യതയുണ്ട്, അല്ലേ? അപ്പോ കർത്താവിന് സ്തോത്രം. ദൈവം നമ്മളോട് കൂടെയുണ്ട്. അവൻ ഒറ്റയ്ക്കല്ല. കൃപയുടെ നാഥൻ നമ്മളോട് കൂടെയുണ്ട്. അപ്പൊ ഇതാണ് മഹനയീം എന്ന വാക്കിന്റെ മഹനീയത. ഇതിൽ നിന്ന് 5 വസ്തുതകൾ നിങ്ങൾക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് ഒരു പ്രബോധനവും ഒരു ഉത്സാഹവും പകരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു യാത്രയെ നമ്മളൊന്ന് ധ്യാനം ചെയ്യണം. മഹനയീം എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്കുള്ള യാത്രയും ഈ സ്ഥലത്തിൽ നിന്നുള്ള യാത്രയും ചൂണ്ടിക്കാണിച്ച് 5 വസ്തുതകൾ, ഇത് ഏത് യാത്രയിലാണ് ഈ ദൈവിക സംരക്ഷണം നമ്മൾ അനുഭവിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്നാമതായിട്ട്, ഈ യാത്ര ദൈവവചനത്തോടുള്ള അനുസരണം നിമിത്തം ഉണ്ടാകുന്ന യാത്രയാണ്. അതാദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ആർക്കെങ്കിലും ഇത് മഹനീയം എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ദൈവവചനത്തിന്റെ അനുസരണത്തിൽ നമ്മൾ ചെന്നെത്തുന്ന ഒരു സ്ഥലമാണ് ഈ മഹനയീം എന്ന് പറയുന്ന അനുഭവം. അതിന് 1-2 വാക്യങ്ങൾ വായിച്ച് പശ്ചാത്തലം നിങ്ങളോട് വ്യക്തമാക്കട്ടെ. 27-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കുമ്പോൾ
27:18-19 വായിക്കുമ്പോഴാണ് യാക്കോബ് ചെയ്ത കള്ളത്തരമൊക്കെ നമ്മൾ വായിക്കുന്നത്. ആർക്കെങ്കിലും വായിക്കാം? 27:18-19. ആമേൻ. അപ്പോ ഇസഹാക്ക് മരിക്കാറായി, കണ്ണ് കാണാതെയായി. അപ്പൊ പറഞ്ഞു, ഏശാവെ നീ പോയി എനിക്ക് കുറച്ച് ഇറച്ചിക്കറി വെച്ചോണ്ടാ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഏശാവ് പിടിക്കാൻ പോയപ്പോഴത്തേക്ക് യാക്കോബിന്റെ അമ്മ പറഞ്ഞിടാ, നീ പോയി ഇറച്ചിക്കറി വെച്ചതാ, ഞാൻ തന്നെ വെച്ചുതരാം, നീ പോയി അനുഗ്രഹം തട്ടിയെടുക്കുക. അപ്പോ ഇസഹാക്ക് ചോദിക്കുകയാണ്, മോനെ നീ ആരാ? കാരണം കണ്ണ് കണ്ടുടാ. അപ്പൊ യാക്കോബ് പറയണം, ഞാൻ ഏശാവാണ്. അല്ലെ, നമ്മുടെ ചില വിശ്വാസികളെ പോലെ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ കള്ളം പറയും. അവർക്ക് അഭിഷേകം കിട്ടിയെന്ന് ചോദിച്ചാൽ പിന്നെ അന്യഭാഷ. ഏതാ അന്യഭാഷ? നോണയാണ് അന്യഭാഷ. അല്ലെ, ഒരു കുത്തലും ഇല്ലാതെ യാക്കോബ് പറഞ്ഞു കേട്ടോ, ഞാൻ ഏശാവാന്ന്, നിന്റെ ആദ്യജാതന ഏശാവാന്ന്. അല്ലെ, ഇതാണ് യാക്കോബ് ചെയ്തത്. ഇത് നിമിത്തമാണ് 41 വാക്യത്തിലേക്ക് കടന്നു വന്നേ. ഏശാവിന്റെ പ്രതികരണം ആരെങ്കിലും വായിച്ചേ? 41. കേട്ടോ, ഏശാവ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു, എന്റെ അനുഗ്രഹം താണ്ട അനിയൻ വന്ന് തട്ടിക്കൊണ്ടുപോയി, വളരെ വേഗത്തിൽ തന്നെ അപ്പനെ കുറിച്ച് ദുഃഖിക്കേണ്ട കാലം വരും എന്ന് പറഞ്ഞാൽ അപ്പം മരിക്കാറായി. അപ്പം മരിച്ചു കഴിയുമ്പോൾ ഞാൻ ഇവനെ കൊല്ലും. അല്ലേ? അത് കഴിഞ്ഞ് 42 മുതൽ 45 ഞാൻ തന്നെ വായിക്കാം. ഏശാവ് ഹൃദയത്തിൽ അത് പറഞ്ഞു. മൂത്ത മകനായ ഏശാവിന്റെ വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ച് വിളിപ്പിച്ച് അവനോട് പറഞ്ഞത്, നിന്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊന്നു പക വീട്ടുവാൻ ഭാവിക്കുന്നു. ആകയാൽ മകനെ, എന്റെ വാക്ക് കേൾക്കാൻ, നീ എഴുന്നേറ്റ് ഹാരാനിൽ എന്റെ സഹോദരനായ ലാബാന്റെ അടുക്കലേക്ക് പോകാൻ, നിന്റെ സഹോദരന്റെ ക്രോധം ശമിക്കുവോളം കുറെ നാൾ അവന്റെ അടുക്കൽ പാർക്കാൻ. നിന്റെ സഹോദരൻ നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്കാം. പിന്നെ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം. ഇത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ, ഇല്ലേ ചേട്ടൻ നിന്നെ കൊല്ലും. ഈ അമ്മ തന്നെ ഈ പദ്ധതിയൊക്കെ ഇട്ട് മോനെ കൊണ്ട് വേണ്ടാത്തൊക്കെ ചെയ്യിപ്പിച്ച് ഇപ്പൊ അമ്മ എന്നെ പറയാ, നീ സ്ഥലം വിടണം, ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല, പോയി അമ്മാവന്റെ അടുത്ത് താമസിച്ചു. അല്ലേ? നമുക്കറിയാവുന്ന കഥയാണേലും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ മാത്രമല്ല, നമ്മൾ പറയുന്ന പല ദൂതുകളും വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ നമ്മളൊന്ന് ഓർക്കണം. അപ്പോ റെബേക്ക പറഞ്ഞിരിക്കുകയാണ്, മോനെ സമയമാകുമ്പോൾ ഞാൻ കത്തയച്ച് വിളിക്കാതെ. അല്ലേ? എന്നിട്ട് വിളിച്ചോ? അല്ലെ, അങ്ങനെ ഒരു സംഭവം കഥ പിന്നെ സംഭവിക്കുന്നേ ഇല്ല. റെബേക്ക കത്തെഴുതി, മോനെ ഏശാവിനെ കുറിച്ച് എന്തോ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു, ഏശാവ് മറന്നു, നീ വന്നേരെ മോനെ വീട്ടിൽ വാ, ചേട്ടൻ ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ നമ്മള്? ഇല്ല. പിന്നീട് കഥ വായിച്ചവർക്കറിയാം അങ്ങനെ ഒരു സംഭവമേ നടക്കുന്നില്ല. അല്ലേ? അപ്പോ പിന്നീട് ലാബാന്റെ അവിടെ പോയിട്ടുള്ള കഥയാണ്. അത് ഞാൻ വേഗം പറയാണ്, ഒരുപാട് കഥയുണ്ട്. അല്ലെ? 29-ാം അധ്യായത്തില് അവിടെ ചെന്നിട്ട് പിന്നെ റാഹേലിനെ കെട്ടണം എന്നുള്ള ആഗ്രഹത്തില് ആദ്യം 7 വർഷം ജോലി ചെയ്ത്. ലാബാൻ പറഞ്ഞു, 7 വർഷം ജോലി ചെയ്താ റാഹേലിനെ കെട്ടിച്ചേരാം. 7 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ് കല്യാണം കഴിച്ച ദിവസം ഒന്ന് പവർ കട്ടായിരുന്നു, അതുകൊണ്ട് വേറെ മോളെയാ കിട്ടിയത്. അല്ലേ? ലിയയാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് പറഞ്ഞു ഇനി ഒരു 7 വർഷം ജോലി ചെയ്യണമെന്ന്. അങ്ങനെ 14 വർഷം ജോലി ചെയ്തപ്പം വിചാരിച്ച പെൺകുട്ടിയെ കെട്ടി. പിന്നെ ഒരു 7 വർഷം, അതൊക്കെ 29-ന്റെ 20, 27, പിന്നെ 30-ാം വാക്യത്തിൽ പിന്നെയും 7 സംവത്സരം അവന്റെ അടുക്കൽ സേവ ചെയ്തു. 21 വർഷമായി അമ്മയുടെ കത്തും കാത്തിരിക്കുക യാക്കോബ്. ഇപ്പൊ വരും കത്ത്, ഏശാവ് സമാധാനം വന്നു. അല്ലേ? അങ്ങനെ റാഹേല് യോസേഫിനെയും പ്രസവിച്ച് കഴിയുമ്പോൾ 30-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. 25-ാം വാക്യം. റാഹേൽ യോസേഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട്, ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കേണം. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ കത്തെഴുതി അയക്കാം. ഇപ്പൊ യാക്കോബ് തന്നെ പറഞ്ഞു, ഞാൻ തന്നെ അങ്ങ് പോവാം. അല്ലെ? ഇപ്പൊ മറ്റുള്ളവര് വിളിക്കുമെന്ന് വിചാരിച്ചു, നടന്നില്ല. സ്വമേധ വിചാരിച്ചു, നടന്നോ? അപ്പോഴും നടന്നില്ല. തൊട്ടടുത്ത വാക്യങ്ങൾ വായിച്ചറിയാം. ലാഭം പറയും, അതെങ്ങനെ പോകാൻ പറ്റും? നീ ഇവിടെ ഇന്നലെ ഇത്ര വലിയ ആളായത്, എന്റെ സ്വത്തൊക്കെയാ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്റെ മക്കളെയാ നീ കല്യാണം കഴിച്ചിരിക്കുന്നത്, അപ്പൊ നിനക്ക് എങ്ങനെ പോകാൻ പറ്റും? പിന്നീട് അവസാനം ലാബാൻ അറിയാതെ മുങ്ങേണ്ടി വന്നു അവിടെ നിന്ന്. അല്ലേ? ആ സംഭവം നമുക്കൊന്ന് വായിക്കാം.
31 അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും വായിച്ചേ? ആ വായിച്ചോ. അപ്പൊ അളിയന്മാര് പ്രശ്നം ഉണ്ടാക്കി. യാക്കോബിന്റെ അളിയന്മാര് വന്ന് നോക്കിയപ്പോ ഈ മരുമോൻ എല്ലാം കൊണ്ട് പോവുക, നമുക്കൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അളിയന്മാര് പറഞ്ഞ് അമ്മായപ്പനും തോന്നി തുടങ്ങി, ശരിയാണല്ലോ ഇവൻ ഇവിടെ വന്നങ്ങ് വലുതായെന്നല്ലാതെ നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ലാബാൻ പഴയതുപോലെ യാക്കോബിന്റെ മുഖത്ത് നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ 3-ാമത്തെ വാക്യം, യഹോവ യാക്കോബിനോട് നീ മടങ്ങിപ്പോകാം. അപ്പൊ അവന്റെ അമ്മ കത്തെഴുതി അയച്ചില്ല, അവൻ സ്വമേധ പദ്ധതിയിട്ട് പോയതല്ല. ദൈവം പറഞ്ഞപ്പോഴാണ് ഈ മടക്ക യാത്ര സംഭവിക്കുന്നത്, അല്ലെ? ഇപ്പൊ ഈ വാക്യം മനസ്സിൽ വെക്കണം. 31:3, യഹോവ യാക്കോബിനോട് നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഈ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്നുള്ള വാഗ്ദത്തത്തിന്റെ ഒരു തെളിവാണ് 32-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. ദൈവദൂതന്മാരെ യാക്കോബ് കണ്ടു. വാഗ്ദത്ത നിവൃത്തിയോട് അടുക്കാറായി. ദൈവം ദാ കൂടെയുണ്ട്, പറഞ്ഞതുപോലെ കൂടെയുണ്ട്. അപ്പോ യാക്കോബ് സ്വമേധം മടുത്തിട്ട് തിരിച്ചു പോയതല്ല, അവന്റെ അമ്മ കത്തെഴുതി അയച്ചതല്ല, ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, സ്വന്തമായിട്ട് ചെയ്തതല്ല. ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന യാത്രയാണ് മഹനൈമിൽ ചെന്നെത്തിക്കുന്നത്. അല്ലാതെ അനുസരണക്കേട് കാണിച്ച് തോന്നിവാസം കാണിച്ച് കുറെ അനിശ്ചിതാവസ്ഥ ജീവിതത്തിൽ വന്നപ്പോൾ മഹനൈം സംഭവിച്ചില്ല. ഇവിടെ ഇരിക്കുന്നവർ മനസ്സിലാക്കണം, ഏത് യാത്രയെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവഹിതം ചെയ്യാൻ ഇറങ്ങി തിരിച്ചപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായോ? അനിശ്ചിതാവസ്ഥ വന്നോ? എതിർപ്പ് വന്നോ? ഒറ്റയ്ക്കായോ? എങ്കിൽ ധൈര്യപ്പെടുക, കൃപയുടെ നാഥൻ നിങ്ങളോട് കൂടെയുണ്ട്. ആ യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല. നിങ്ങൾക്ക് ചുറ്റും പാളയമിറങ്ങി ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയിരിക്കും. അനുസരിക്കുന്ന ഹൃദയങ്ങൾ, ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങുമെന്ന് നമ്മൾ വായിച്ചത്. അല്ല, ക്രിസ്ത്യാനികൾക്ക് ചുറ്റും എന്നല്ല വായിച്ചത്, കേട്ടോ. ഭക്തന്മാർക്ക് അവൻ പാളയമിറങ്ങി അവരെ വിടുവിക്കുമെന്നാ വായിച്ചത്. അപ്പോ കർത്താവ് അവനൊരു കൽപ്പന കൊടുത്തു, മടങ്ങിപ്പോക. അതിനോട് ചേർന്ന് ഒരു വാഗ്ദത്വവും കൊടുത്തു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എന്തോ തെളിവ്? ദൂതന്മാരുടെ ഒരു പാളയം, അല്ലെ? 1-2 ദൂതനല്ല ഈ വന്നത്. ചില VIP-മാരൊക്കെ പോകുമ്പോൾ ഇടത്തും വലത്തും ഒരു ബ്ലാക്ക് കാറ്റ് എന്ന് പറഞ്ഞ് എടുത്തും പോകും. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാളയം എന്നൊക്കെ പറഞ്ഞ് പാങ്ങോട് പോയിട്ടുള്ളവർക്കറിയാം, അല്ലേ? ഇടത്തെ സൈഡും വലത്തെ സൈഡും ആർമിക്കാരുടെ ഇങ്ങനെ ഈ ബാരക്കുകളുടെ ബഹളമാണ്. ഇപ്പൊ ഒരു 10,000 ദൂതന്മാരിറങ്ങി വന്ന് കാണണം, എന്നാലല്ലേ പാളയം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു പട്ടാളക്കാരൻ മാത്രം വന്ന പാളയം എന്നൊന്നും ആരും പറയുന്നില്ല. ഒരു പട്ടാളക്കാരൻ, അല്ലെ 2 പട്ടാളക്കാർ. ഇവിടെ ദൂതന്മാരുടെ ഒരു സേനയെ കണ്ടെന്നാ മലയാളത്തിൽ പറയും. ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞാൽ എത്ര പേര് കാണും, അല്ലെ? കണ്ടോ, ദൂതന്മാർ പാളയമിറങ്ങി യാക്കോബിന് ചുറ്റുമുണ്ട്. അപ്പൊ അനുസരണത്തിന്റെ പാതയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രിയ ജനമേ മനസ്സിലാക്കുക, ദൈവിക സംരക്ഷണം നമുക്ക് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അവൻ കൂടെ ഇരിക്കുക തന്നെ ചെയ്യും. ദൈവ നിയോഗപ്രകാരം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാണോ, ദൈവഹിതത്തിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണോ, ദൈവവചനത്തിന്റെ ശബ്ദം കേട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ, ഭയപ്പെടേണ്ട. നിങ്ങൾ ഒറ്റയ്ക്കല്ല. കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും, ആരും കാണാനില്ലായിരിക്കും. പക്ഷെ അതിന്റെ മധ്യത്തിൽ വിശ്വസിച്ചോ, ദൈവം കൂടെയുണ്ട്. ഒറ്റയ്ക്കല്ല. മഹനയീം എന്നുള്ള വാക്കിനർത്ഥം പറയുന്നത് പോലെ 2 പാളയമുണ്ട്, 2 കൂട്ടമുണ്ട്. എന്നോട് കൂടെ നടക്കുന്ന ഇമ്മാനുവലാം ദൈവം കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ധൈര്യത്തോടെ ആയിരിക്കുക, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം കൂടെയുണ്ട്. രണ്ടാമതായിട്ട്, ഇത് വെറുമൊരു യാത്രയല്ല, ഇത് മടക്ക യാത്രയാണ്, അല്ലെ? അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വെറുമൊരു യാത്രയല്ല, ഇത് മടക്ക യാത്രയാണ്. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ഉൽപ്പത്തി 27 ഏശാവ് കൊല്ലാൻ നിൽക്കുക. അപ്പോഴാണ് കർത്താവ് പറയുന്നത് മടങ്ങിപ്പോകുന്നത്, അല്ലേ? ഇവിടെ തന്നെ 32-ാം അധ്യായം 6-7 വാക്യങ്ങളൊന്ന് വായിച്ചേ. യാക്കോബ് ദൂതന്മാരെ അയച്ചിട്ട്
ഏത് ദൂതന്മാർ? ദൈവദൂതന്മാരല്ല, അവന്റെ ദൂതന്മാരെ ഏശാവിന്റെ അടുക്കൽ അയച്ചിട്ട് അവന് കിട്ടുന്ന മറുപടി ഒന്ന് നോക്കിക്കേ. 32:6-7. ഏറ്റവും ഭ്രമിച്ച് ഭയവശനായി. കേട്ടോ? മതി, അത്രയും മതി. അപ്പൊ കേട്ടോ, ഏശാവ് എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാ അമ്മ കത്തയക്കാത്ത. കാരണം ഏശാവ് 400 പേരുമായിട്ട് വരുന്നു. നിങ്ങളാണെങ്കിൽ മുന്നോട്ട് പോകൂ, നമ്മളാണെങ്കിൽ മുന്നോട്ട് പോകൂ. 21 വർഷം മുമ്പ് അവസാനമായിട്ട് ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടത്, ഇയാൾ താണ്ട നമ്മളെ വെട്ടി തുണ്ടമാക്കാൻ റെഡിയായിരിക്കുക. ദൈവം പറയും താണ്ട അയാളുടെ അടുത്തോട്ട് പോകുന്നു. നമ്മൾ പറയും വേറെ വല്ലവരെ അയച്ചാൽ മതി എന്ന് പറയും. അനന്യാസ് എന്ന് പറഞ്ഞൊരു ശിഷ്യനുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു അവിടെ പൗലോസ് അവിടെ കിടപ്പുറത്ത് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അനന്യാസ് പറഞ്ഞു, അയ്യോ പൗലോസോ, അയാൾ ക്രിസ്ത്യാനികളെ കൊല്ലുന്നവന് അവിടെ ഒന്നും ഞാൻ പോകത്തില്ല അല്ലേ. അങ്ങനെ പറഞ്ഞില്ല അനന്യാസ്. അനന്യാസ് നല്ല ശിഷ്യനായിരുന്നു, പക്ഷെ പേടിച്ചായിരിക്കും പോയത് അല്ലേ. 21 കൊല്ലം മുമ്പ് കൊലവിളി വിളിച്ച് ആരുടെങ്കിലും കർത്താവ് പറയാ പോയി നിരപ്പ് പ്രാപിക്കുന്ന പറഞ്ഞാൽ നമ്മൾ പോവോ? ഇവിടെ എത്ര പേര് 21 വർഷമായിട്ട് ആരോടെങ്കിലും ഒക്കെ മിണ്ടാതിരിപ്പുണ്ട്? അല്ലെ 2 വർഷമായിക്കൊള്ളട്ടെ, നിരപ്പ് പ്രാപിക്കാൻ പോയോ? കർത്താവ് പറയണ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ട് സൺഡേ തോറും ഒന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. എഫീസ്യലേഖനം 4 പറയുന്നത് പോലെ നിങ്ങൾ തമ്മിലെ കയ്പൊന്നും വെച്ച് പുലർത്തി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ചിലരുടെയൊക്കെ ജീവിതം ഞാൻ കുറേ കണ്ടതാണ്. ഇപ്പം ഇന്ത്യ വന്നിട്ട് 5 വർഷമായി ഞാൻ വന്നിട്ട്. പലയിടത്തും ഞാൻ പോകുമ്പോൾ കാണുന്നുണ്ട്, എന്താ അഭിഷേകം ഇല്ലാത്ത, ഇങ്ങനെ അന്യഭാഷയൊക്കെ പറയും, കൈയടിക്കും, പക്ഷേ ജീവിതത്തിൽ ഒന്നുമില്ല. എന്താ അറിയാമോ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിരിക്കുകയാണ്. നിരപ്പില്ല. പല ബന്ധങ്ങളും പല വ്യക്തിബന്ധങ്ങളിലും ദൈവ നിയോഗപ്രകാരമുള്ള ദൈവിക വ്യവസ്ഥകൾ പ്രകാരമുള്ള ഒരു നിരപ്പും പ്രാപിച്ചിട്ടില്ല. വീട്ടിൽ തന്നെ ഉള്ളവരുണ്ട്, അമ്മായിയമ്മയും മരുമോളും, അപ്പനും മകനും, അപ്പനും മകളും, ഭാര്യയും ഭർത്താവും. ഈ പാലിക്കേണ്ട ദൈവവചനപ്രകാരം പാലിക്കേണ്ട വ്യവസ്ഥകളൊന്നും പാലിച്ചിട്ടില്ല. ഉടക്ക. എന്നാൽ ഒരു സഭയിൽ വന്ന് അന്യഭാഷ പറയുകയും ചെയ്യും. അതെന്തോ അത് ദൈവത്തെ തുച്ഛീകരിക്കുന്നതിന് തുല്യമല്ലേ? അങ്ങനെയാണ് യാക്കോബിനോട് ദൈവം പറയാം, ദാ പൊക്കോ, നീ പറ്റിച്ച നിന്റെ സഹോദരന്റെ അടുക്കം മടങ്ങിപ്പോകും. നമ്മളാണെ പോവും. യാക്കോബ് പോയി. പക്ഷേ അത് ലാബാന്റെ അവിടെ കൊണ്ടിട്ട് യാക്കോബിനെ നരകിച്ച് ദൈവം ആ അനുസരണത്തിന്റെ ഹൃദയമൊക്കെ ഉളവാക്കി. ഇനി ഏശാവ് കൊന്നാലും ഞാൻ പോവും, ദൈവം പറഞ്ഞാ പോകാം എന്ന് അവന്റെ ഹൃദയത്തിൽ അങ്ങനെ തോന്നിക്കാണും അല്ലേ. നീ പറ്റിച്ച നിന്റെ സഹോദരന്റെ അടുക്ക മടങ്ങിപ്പോകാന്ന ആ നേരത്തെ പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം. നിന്റെ കൂടെ ഞാനുണ്ട്. എന്നാലും യാക്കോബിന് ഭയമൊക്കെ കടന്നു വന്നു. അപ്പോ ഇത് വെറും ഒരു മടങ്ങി വരല്ല, ഇത് വില കൊടുക്കേണ്ട ഒരു മടങ്ങി വരവാണ്. പ്രിയ ജനമേ, നിങ്ങളോട് ദൈവം ആ രീതിയിലുള്ള ഒരു യാത്രയ്ക്ക് ആഹ്വാനം നൽകുന്നുണ്ടോ? വില കൊടുത്ത് നീ മടങ്ങി വരിക, വില കൊടുത്ത് നീ മാനസാന്തരപ്പെടുക, വില കൊടുത്ത് നീ നിരപ്പ് പ്രാപിക്കുക. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുവശം ഇന്ന് നിങ്ങൾ കേൾക്കണം. ദൈവം കരുതിയിട്ടുണ്ട്. നിന്റെ ഭയപ്പാടെല്ലാം ദൈവം മുന്നമേ കണ്ടിട്ടുണ്ട്. ഏത് പ്രതിയോഗിയും നേരിടുവാൻ ദൈവം മതിയായവനാണ്. ദൈവം വില കൊടുത്ത് മാനസാന്തരപ്പെടുവാനും മടങ്ങി വരുവാനും പറയുകയാണെങ്കിൽ മനസ്സിൽ ഓർത്തോണം, മഹനെയും സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ ഒറ്റക്കല്ല ഈ പാതയെ പോകാൻ പോകുന്നത്, ദൈവം എൻ്റെ കൂടെ വരും. അത് പറയുമ്പോൾ ആർക്കും അത്ര ഹല്ലേലൂയൊന്നുമില്ല. കാരണം എന്താ പറയുക, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ദൈവം കൂടെ വരുമെന്നായി പറഞ്ഞത് അല്ലേ. ഇപ്പൊ നിങ്ങൾ അമേരിക്കയിൽ പോകാൻ ദൈവം കൂടെ വരുമെന്ന് പറഞ്ഞാൽ ഈ ഭൂമി കുലുങ്ങുമായിരിക്കും. സ്തോത്രം കൊണ്ട് ഞാനീ പറഞ്ഞത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, യാക്കോബ് ഏത് യാത്രയിലാണ് മകനെയും കണ്ടുമുട്ടിയത്? മാനസാന്തരപ്പെട്ട് മടങ്ങിപ്പോകുന്ന യാത്രയിൽ. അവൻ പറ്റിച്ച, അവൻ തട്ടിച്ച ഏശാവിന്റെ അടുക്കിലേക്ക് ദൈവത്തിന്റെ ശബ്ദം കേട്ടത് കൊണ്ട് മാത്രം ഇറങ്ങി തിരിച്ചപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ മകനെയും സംഭവിച്ചത്. അതുകൊണ്ട് ദൈവം നിങ്ങളോട് ഈ ദിവസങ്ങളിൽ വില കൊടുത്ത് അനുസരിക്കാൻ പറയുകയാണ്, വില കൊടുത്ത് മാനസാന്തരപ്പെടാൻ പറയുകയാണ്, വില കൊടുത്ത് അവനോട് അവന്റെ അടുക്കിലേക്ക് മടങ്ങി വരികാൻ പറയുകയാണെങ്കിൽ ഭയപ്പെടേണ്ട. ആ ഭയപ്പാടിന് കാരണമായ വിഷയത്തിൽ നിങ്ങളെ വിടുവിക്കുവാൻ അവൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, അവൻ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, മാനസാന്തരത്തിന് വിളിക്കുമ്പോഴും അവൻ നിങ്ങളോട് കൂടെയിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം മുന്നോട്ട് പോകുമ്പോൾ ഏശാവിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നല്ലേ. അവൻ ഭയപ്പെട്ട പോലെ ഒന്നും സംഭവിച്ചില്ല. 33-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ഏശാവിനെ അവസാനം അവൻ കണ്ടുമുട്ടിയപ്പോൾ എന്തോ സംഭവിച്ചു?
മതി. ഏശാവ് അവനെ വെട്ടിക്കൊന്നെന്നാണോ വായിച്ചേ? എന്തു പറ്റി ഏശാവിന്? ദൈവം പ്രവർത്തിച്ചു. നിങ്ങൾ ഈ ഭയപ്പെടുന്ന പോലെ മാനസാന്തരപ്പെട്ട ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. അയ്യോ, മാനസാന്തരപ്പെട്ട അനുസരിച്ചാൽ ലോകത്തിൽ അത് നഷ്ടപ്പെടും, വീട്ടിൽ ഇത് നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നത് ആരാ? നമ്മുടെ ജഡത്തിന്റെ ഭയം, അല്ലെങ്കിൽ പൈശാചികം വന്നതൊക്കെ പറയും. ദൈവം പറയാണ്, അനുസരിക്കാൻ പറഞ്ഞ ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. വെട്ടിക്കൊല്ലാൻ നിൽക്കുന്ന ഏശാവ് വന്ന് ആലിംഗനം ചെയ്ത് ചുംബനം നൽകും. ഇത് തന്നെയല്ലേ സുവിശേഷം നമ്മളോടൊക്കെ പറഞ്ഞത് ആദ്യം? നമ്മുടെ സുവിശേഷം തന്നെ ഇതേ സത്യം തന്നെയല്ലേ നമ്മളോട് പറയുന്നത്? നമ്മളെല്ലാവരും പാപികളാണ്, ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ്, ദൈവക്രോധത്തിന് മക്കളാണെന്നാണ് എഫീസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവക്രോധത്തിന് അർഹരായവരാണ്. പക്ഷെ കർത്താവ് പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ രക്ഷിക്കപ്പെടും. നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ എന്തോ പറ്റുന്നേ? മുടിയനായ പുത്രന്റെ അപ്പനെ പോലെ കർത്താവ് നമ്മുടെ അടുക്കൽ വന്ന് ആലിംഗനം ചെയ്ത് ചുംബനം ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകും. ദൈവക്രോധം എവിടെ പോയി? അതാണ് ദൈവം നമ്മളോട് മാനസാന്തരപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അപ്പുറത്ത് ദൈവം എന്തോ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നേ? ആശ്ചര്യപൂർണമായ കൃപ. അല്ലാതെ വെട്ടിക്കൊല്ലുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവക്രോധത്തിന് അടിയിൽ കിടക്കുന്നവരോട് സുവിശേഷം വിളിച്ചു പറയാണ്, ഇന്ന് മാനസാന്തരപ്പെടുമെങ്കിൽ അതേ ദൈവം നിങ്ങളെ ആലിംഗനം ചെയ്ത് ചുംബനം ചെയ്ത് അവന്റെ ഭവനത്തിൽ ചേർത്തുകൊള്ളും. അല്ലാതെ അവൻ വെട്ടുകയില്ല. ആശ്ചര്യപൂർണമായ കൃപ നമ്മൾ പ്രാപിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേര് ഞാൻ വിശ്വസിക്കുന്നത് അത് അനുഭവിച്ചവരാണ്. പക്ഷെ അത് അനുഭവിച്ചവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവം പറയണം, ആ നുണ പറച്ചിലൊന്ന് മാനസാന്തരപ്പെട്ടെ അത് വരത്തില്ല. അങ്ങനെ ആയ എൻ്റെ അമ്മായിയമ്മ എന്നെ പറ്റിക്കും. എന്നാര് പറഞ്ഞു? ദൈവം ദൈവക്രോധം മാറ്റി നിന്നെ കൃപയാൽ രക്ഷിച്ചു. നിന്റെ അമ്മായിയമ്മ നിനക്കെതിരെ തിരിയുമെന്നാണോ അത് പറയുന്നത്? അനുസരിച്ചാല് ഇല്ല. അമ്മായിയമ്മ ആകട്ടെ, ചേട്ടനാകട്ടെ, ലോകത്തിലുള്ള ഏതെങ്കിലും സർക്കാർ ജീവനക്കാരനാകട്ടെ, എന്തു പ്രതിയോഗിയാകട്ടെ, പ്രതികൂലമാകട്ടെ, മാനസാന്തരപ്പെടുവാൻ ദൈവം പറയുമ്പോൾ ആ യാത്രയിൽ നിങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ ഏശാവിന്റെ ഹൃദയത്തെ മാറ്റിയ ദൈവം നിങ്ങളുടെ പ്രതിയോഗിയുടെയും ഹൃദയം മാറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റയ്ക്കല്ല ഈ യാത്രയിൽ. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഉത്സാഹികളായി ദൈവത്തോട് മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. ആരോടെങ്കിലും നിരപ്പ് പ്രാപിക്കാൻ കർത്താവ് ഇന്ന് പറയണം, ഇന്ന് ഉത്സാഹത്തോടെ നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഈ 2026 മാറ്റിവെക്കരുത്. ഈ വർഷം തീരും മുമ്പ് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെല്ലാം വചനപ്രകാരം ചിട്ടയോടെ ചൊവ്വുള്ളതാക്കി നിങ്ങൾ മാറ്റുക. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. നിങ്ങൾ ഭയപ്പെടുന്ന അമ്മായിയമ്മയായിരിക്കാം, നിങ്ങൾ ഭയപ്പെടുന്ന മരുമോനായിരിക്കാം, ഭർത്താവായിരിക്കാം. അവരുടെ ഹൃദയത്തെ ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് മാറ്റിമറിക്കുവാൻ കഴിയും. പ്രതിയോഗികളെ ഭയപ്പെട്ട് ദൈവത്തിന്റെ അനുസരണം മാറ്റിവെക്കുക അല്ല നമ്മൾ വേണ്ടത്. ദൈവത്തിൽ ആശ്രയിച്ച പ്രതിയോഗികൾക്കെതിരെ നീങ്ങേണ്ടവരാണ്. ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്റെ കഥയൊക്കെ ഞാനിവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചില പുതുമുഖങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ദൈവത്തെ ഭയപ്പെട്ട് ഞാനും എൻ്റെ ജ്യേഷ്ഠനും സഭയെ നിർത്താതിരുന്നത് കൊണ്ട് എൻ്റെ വീട്ടിൽ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം, ഒരു വർഷം കഴിഞ്ഞ ശേഷം ഇന്നുവരെ ഒരു വഴക്കില്ല. ഇന്നുവരെ സഭയിൽ പോകുന്നതിന് ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട്, വർഷങ്ങളായിട്ടും ഭയത്തിൽ ജീവിക്കുന്നവരുടെ വീട്ടിലെ ഒരു വർഷം ഇതുവരെ എന്ത് വന്നിട്ടില്ല. ഇപ്പോഴും ആ അപ്പൻ എതിർത്ത് നിൽക്കുന്നു, ഇപ്പോഴും ആ ഭർത്താവ് എതിർത്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും സ്നാനപ്പെടാൻ പറ്റുന്നില്ല. കാരണം ഭർത്താവ് എതിരാണ്. എന്തുകൊണ്ടാ? നിങ്ങൾ പൂർണ്ണമായിട്ടും കർത്താവിനെ അനുസരിക്കാൻ നിങ്ങളുടെ ഹൃദയം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറയാ, പ്രതിയോഗിയൊന്നും ഇപ്പൊ മാറ്റുന്നില്ല, നീ പഠിച്ച് പ്രാസായിട്ടേ മാറ്റുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഭയപ്പെടുത്തില്ല കർത്താവെ, അവർ തല്ലിക്കൊന്നാലും ഞാൻ അനുസരിക്കുമെന്ന് പറഞ്ഞാൽ അതൊക്കെ മാറ്റി അവന് ജീവിക്കാൻ കുറച്ചുകൂടെ അവസരം കൊടുക്കാം. കൊല്ലത്തില്ല പ്രിയപ്പെട്ടെ. അതുകൊണ്ട് മടങ്ങി വരവിന്റെ യാത്രയിൽ നമ്മൾ ഭയപ്പെടേണ്ട. നമ്മൾ ഒറ്റയ്ക്കല്ല. കൃപയുടെ നാഥൻ ദൈവദൂതന്മാരുടെ പാളയമിറങ്ങി നമ്മളോട് കൂടെ വരിക തന്നെ ചെയ്യും. ഇനി മഹനീം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് സംഭവിക്കുന്ന മൂന്നാമത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇവിടെ പ്രാർത്ഥനയുടെ ഒരു ഇടമാണ്. യാക്കോബ് ഭയവശനായി നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞ് അവൻ ചെയ്തതെന്ന് വെച്ചാൽ അവൻ വിശ്വാസം പോയി. യാക്കോബിന് നേരത്തെ പറഞ്ഞു, ഞാൻ മാത്രമല്ല ഇവിടെ ദൈവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൻ പിന്നെ എന്ത് ചെയ്യുന്നറിയാം, ഇനി എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഭാര്യയും എനിക്ക് ഇഷ്ടമില്ലാത്ത പിള്ളേരും ഒക്കെ തട്ടിപ്പോട്ടെന്ന് പറഞ്ഞ് 2 കൂട്ടരാക്കി. അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞു,
മഹനയും എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം രണ്ട് പാളയം അല്ലെ രണ്ട് കൂട്ടം എന്നാണ്. ഇവിടെ മാനുഷികമായ ഒരു രണ്ട് കൂട്ടം യാക്കോബ് തന്നെ തീരുമാനിക്കുകയാണ്. എൻ്റെ റാഹേലും എൻ്റെ പിള്ളേരും ഒരു കൂട്ടം, പിന്നെ തുലയ്ക്കാൻ വേണ്ടി ഒരു കൂട്ടത്തെ വെച്ചേക്കാം. അവനെ വന്ന് പിടിച്ചുകൊണ്ട് പോയാൽ മറ്റേ കൂട്ടം എനിക്ക് കിട്ടും. നമ്മൾ 32-ാം അധ്യായം പിന്നീടുള്ള 8 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ അറിയാം. അങ്ങനെ അവനൊരു രണ്ട് കൂട്ടത്തെ ഉണ്ടാക്കി. പക്ഷെ അവന് മനസ്സിലായി ഇതൊന്നും കൊണ്ട് നടക്കാൻ പോകുന്നില്ല. യാക്കോബിന്റെ ജീവിതം വായിച്ചാൽ അറിയാം, യാക്കോബ് സ്വന്തം കഴിവുകൾ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുന്ന ഒരാളായിരുന്നു. തട്ടിപ്പും വെട്ടിപ്പും, നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹുക്ക് ഓർ ക്രൂക്ക്, എങ്ങനെയുമൊക്കെ പിടിച്ചെടുക്കുന്ന ഒരാളായിരുന്നു യാക്കോബ്. മനുഷ്യനോട് മല്ലിടുന്നവനായിരുന്നു. തൻ്റെ കാര്യങ്ങൾ കിട്ടാൻ നമ്മൾ ചില മലയാളത്തിലൊക്കെ പറയും കുരുക്കശ്ശേരിയാണ്. എന്തെങ്കിലുമൊക്കെ കുരുക്ക് വിദ്യ അല്ലേ, എന്തെങ്കിലുമൊക്കെ ഈ ഷോർട്ട് കട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. പക്ഷെ അവന് മനസ്സിലായി ഇത് നടക്കത്തില്ല അല്ലെ, ഇനി അങ്ങോട്ടുള്ള ജീവിതം അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് 9-ാമത്തെ വാക്യത്തിൽ പറയുന്ന പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ഈ ജാലവിദ്യ കൊണ്ടൊന്നും ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം മഹനൈം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവൻ ഇരുന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അപ്പോൾ മൂന്നാമതായിട്ട് ഈ യാത്രയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഇവിടെ താഴ്മയുള്ള പ്രാർത്ഥന ഉയരുന്നൊരു ഇടമാണ് ഈ മഹനൈം എന്ന് പറയുന്ന ഇടം. അതിൻ്റെ ആത്മീയാർത്ഥം കൂടുതൽ നമുക്ക് ധ്യാനിക്കാം. ഈ പ്രാർത്ഥന ഒന്ന് നോക്കിയാട്ടെ. 9-ാമത്തെ വാക്യത്തിൽ അവൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോകാൻ ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ. നേരത്തെ കർത്താവ് പറഞ്ഞ കൽപ്പനയും കർത്താവ് പറഞ്ഞ വാക്തത്വം ഒക്കെ തിരിച്ച് പ്രാർത്ഥനയാക്കുകയാണ്. ഇത് പ്രാർത്ഥന അറിഞ്ഞുകൂടാത്തവർ പഠിക്കാൻ വേണ്ടി പറയുകയാണ്. കർത്താവ് നമുക്ക് ദൂത് തരുമ്പോൾ അതെന്ത് ചെയ്യണം? പ്രാർത്ഥനയാക്കി മാറ്റണം. കർത്താവേ നീ പറഞ്ഞല്ലോ ഇത് ചെയ്യുമെന്ന്, കണ്ടോ, അങ്ങനെയാണ് അത് പറഞ്ഞ ദൈവമേ എന്ന്. ഞാൻ നിന്നെ അനുസരിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്നു. ഇപ്പം ഈ ഭയമൊക്കെ ഇപ്പം ഞാൻ അനുഭവിക്കേണ്ട കാരണം നിന്നെ അനുസരിച്ചുകൊണ്ട്. അപ്പം ആ വചനം തന്നെ അവൻ ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തെ വിളിക്കുകയാണ്. അടിയാനോട് കാണിച്ചിരിക്കുന്ന 10-ാം വാക്യം, സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ, ഞാൻ അയോഗ്യനാണ്. അതാണ് താഴ്മ. ഇതെല്ലാം ഞാൻ നേടിയെടുത്താന്നല്ല പറഞ്ഞത്. നേരത്തെ സഹോദരൻ നമ്മുടെ സങ്കീർത്തനം പ്രബോധിച്ച് പറഞ്ഞു, ഇത് നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടൊന്നുമല്ല, ഇതൊന്നും നമ്മുടെ ആരുടെയും മിടുക്കുകൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥന കൊണ്ടൊന്നുമല്ല, ഇത് ദൈവത്തിൻ്റെ മഹാദയയാണ്, അവൻ്റെ വിശ്വസ്തതയാണ്. അതിന് ഞാൻ അയോഗ്യനാണ്, ഞാൻ അപാത്രമാണ്, ഇതെന്നോടല്ലായിരുന്നു നീ ഇത് കാണിക്കേണ്ട എന്നുള്ള രീതിയിലായി പറയുന്നത് അല്ലേ. കാരണം എന്താ, ഞാനൊരു വടിയോടുകൂടെയാണ് ആദ്യം ഇവിടുന്ന് അങ്ങോട്ട് പോയത്. ഇപ്പോൾ ദാണ്ട് 2 കൂട്ടം ആളുകളായി. അത്രയ്ക്ക് ഞാൻ വർദ്ധിച്ചു വളർന്നിരിക്കുന്നു. അതാര് കാരണം? ഞാൻ ലാബാന്റെ അടുക്ക പോയി മിടുക്ക് കാണിച്ചെന്നല്ല പറഞ്ഞത്. ദൈവമേ നീ എന്നെ വളർത്തി. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മ അവൻ വിസ്മരിച്ചില്ല. അവനത് ഓർത്ത് അതിൽ നിന്ന് ദൈവകൃപ എത്രമാത്രം എൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നെന്ന് ഓർത്ത് അത് ദൈവസന്നിധിയിലേറ്റ് പറയുകയാണ്. എന്നിട്ടാണ് പ്രാർത്ഥനയുടെ കാതലായ വിഷയം. അതും പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു പോയില്ല അല്ലേ. 11-ാം വാക്യം, എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, പക്ഷെ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ ഭയപ്പാടുകളെ എന്താക്കി മാറ്റണം? പ്രാർത്ഥനയാക്കി മാറ്റണം. നല്ലൊരു ശീലമാണ്. എനിക്ക് ഈ ഭയം വരുന്നെന്ന് കർത്താവിനോട് തുറന്നു പറയണം. കർത്താവ് എനിക്ക് ഭയം വരുന്നു, എനിക്ക് പേടിയാവുന്നുണ്ട്, അയാൾ വന്നിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് പേടിയാവുന്നു. വേറെ ആരോടും പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ദൈവസന്നിധി പോയി അത് പ്രാർത്ഥനയായിട്ട് പറയുന്നത് അല്ലേ. 2 വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനം 56 കടന്നു വരിക. സങ്കീർത്തനം 56 അതിൻ്റെ 3ഉം 4ഉം വാക്യങ്ങൾ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ മനുഷ്യരിലല്ല നിന്നിൽ ആശ്രയിക്കും. അതെ, 11-ാം വാക്യവും കൂടെ. മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? കാരണം എനിക്ക് ഭയപ്പാടുണ്ടെങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. എന്താ തെളിവ് ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളത്? ഈ ഭയമെല്ലാം ഞാൻ പ്രാർത്ഥനയാക്കി, എൻ്റെ അഭയ യാചനയാക്കി ഞാൻ ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്നു.
മഹനയീമിൽ നടക്കുന്ന പ്രാർത്ഥനയുടെ പ്രത്യേകത ഏതാണ്? ഹൃദയംഗമായ പ്രാർത്ഥനയാണ്, അല്ലാതെ സാഹിത്യം വിളമ്പലല്ല. അവിടുന്ന് ഇവിടുന്ന് കേട്ട കുറെ പ്രാർത്ഥനകൾ വന്നിട്ട് കാണാപിടിച്ചു പറയുകയല്ല. ഹൃദയത്തിൽ തോന്നുന്ന ആ ഭയത്തെ അതേപോലെ ഹൃദയത്തിൽ നിന്ന് പകർന്ന് ദൈവസന്നിധിയിൽ കൊടുക്കുകയാണ്. കാരണം എന്താ? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഈ വിഷയത്തിന്റെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കൽപ്പന തന്ന ദൈവം വാഗ്ദത്തവും തന്നിട്ടുണ്ട്. ഈ വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തനാകയാൽ ഈ കടന്നു വന്നിരിക്കുന്ന ഭയത്തിന്റെ മേൽ നീ തന്നെ പ്രവർത്തിക്കണം. അങ്ങനെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നെ നീ തന്നെ രക്ഷിക്കണം. ഞാൻ ഈ ഭയത്തിലായിരിക്കുന്നു, നീയോ ഞാൻ നിന്നോട് നന്മ ചെയ്യും. നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാതെ കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. അങ്ങനെ പ്രാർത്ഥന തീരുന്നേ. ഏശാവ് കൊല്ലാനിരിക്കുന്നു, പക്ഷെ നിന്റെ വാഗ്ദത്തം എന്നോട് പറയുന്നു, എന്നെ നീ വളർത്തുമെന്ന്. എന്താ ഇതിന്റെ അർത്ഥം? ഈ വളർത്തു എന്ന് പറഞ്ഞ ദൈവം തന്നെ കൊല്ലൂ എന്ന് പറഞ്ഞവനെ നേരിട്ടോളാനാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ കടന്നു വരുമ്പോൾ, ദൈവിക വചനങ്ങൾ കടന്നു വരുമ്പോൾ, അടുത്ത ദിവസം അതിന് വിപരീതമായ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പൊ ദൈവം നോക്കും, നിങ്ങൾക്ക് എന്തോന്നില്ല വിശ്വാസം, അല്ലെ? ദൈവം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം മിക്കവാറും അതിനേറ്റവും വിപരീതമായ ഒരു കാര്യം സംഭവിക്കും. അന്ന് ദൈവം നോക്കുന്ന വിശ്വാസം എവിടാ? കാഴ്ചയിലാണോ അതോ കേട്ട ദൈവവചനത്തിലാണോ? യാക്കോബ് പറയുകയാണ്, കർത്താവേ എന്നോട് നീ വചനം പറഞ്ഞിരിക്കുന്നു, ഇത് ദാണ്ഡവത്വം വരുന്നു, നീ തന്നെ നേരിട്ടോ. ഇതാണ് പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ. അല്ലാതെ സാഹിത്യം വിളമ്പലല്ല, എന്തെങ്കിലുമൊക്കെ വാക്ചാതുര്യമല്ല. അതാണ് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്, ജാതികളെ പോലെ ജൽപ്പനം നിങ്ങൾ ചെയ്യരുത്. 100 പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞതുകൊണ്ടോ 1000 പ്രാവശ്യം ഒരു മന്ത്രം പറഞ്ഞതുകൊണ്ടോ ഒരു ഗുണമില്ല. വാക്ചാതുര്യത്തിനല്ല ദൈവം മാർക്ക് കൊടുക്കുന്നത്. അതൊക്കെ ചില കള്ളപ്രസംഗരെ കണ്ട് നമ്മൾ വിചാരിച്ചിരിക്കും കുറെ വാക്ചാതുര്യം, കുറെ മലയാള ഡിക്ഷണറി എടുത്ത് വായിച്ചു വിട്ടാൽ മതി. ദൈവം അതൊന്നും അല്ല നോക്കുന്നത്. ഈ പ്രാർത്ഥന ഉണ്ടോ? തീർന്നു. ആമേൻ പോലും പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന. എന്റെ ഹൃദയത്തിലെ വേദന ഞാൻ ദൈവത്തിന്റെ മുൻപാകെ പകരും. കാരണം ഞാൻ ഭയപ്പെടുമ്പോൾ ആശ്രയിക്കുന്നത് വേറെ ആരിലുമല്ല, എന്റെ ദൈവത്തിൽ മാത്രമാണ്. ഈ യാത്രയിൽ എന്നോട് കൂടെ ഇരിക്കുന്ന എന്റെ ദൈവത്തിൽ മാത്രമാണ് ഞാൻ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് അവന്റെ മുൻപാകെ മാത്രം പോയി എന്റെ ഭയപ്പാട് ഞാൻ പകരും പകരും പകരും. എന്നോട് നന്മ ചെയ്യുമെന്ന് പറഞ്ഞ വാഗ്ദത്തം നൽകിയ ദൈവം പ്രതിയോഗിയെ നേരിട്ടുകൊള്ളും. താഴ്മയുള്ള ഹൃദയത്തിൽ നിന്ന്, കൃപയ്ക്കായിട്ട് ദാഹമുള്ള ഹൃദയത്തിൽ നിന്ന്, ഭയപ്പാടുകളെല്ലാം ഏറ്റുപറഞ്ഞ് ആത്മാർത്ഥവും ഹൃദയംഗവുമായ ഒരു പ്രാർത്ഥന. കപടഭക്തിയല്ല, ആരെങ്കിലും കാണിക്കാനും കയ്യടി കിട്ടാനുമുള്ള പ്രാർത്ഥനയല്ല. ഹൃദയംഗമായ ഒരു പ്രാർത്ഥന, ആത്മാർത്ഥമായ പ്രാർത്ഥന. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥതയുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ഏറ്റുപറയാറുണ്ടോ? കർത്താവ് എന്നോട് ദൈവവചനം വായിക്കണമെന്നാ പലരും പറയുന്നത്. എനിക്ക് ദൈവവചനം വായിക്കുമ്പോൾ ഉറക്കം വരുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ലേ? എനിക്ക് ബോറടിക്കും ഈ പ്രസംഗം കേൾക്കുമ്പം എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തോട് ഏറ്റവും തുറന്നു സംസാരിക്കുന്നവർ എഴുതി വെച്ചോ ആത്മീകനാകും. ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. അവരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അറിയാം, ഉടായ്പ പ്രാർത്ഥനയാണോ അതോ സത്യസന്ധമായ ദൈവത്തിന്റെ മുമ്പിലെങ്കിലും സത്യസന്ധതയുള്ളവരായിരിക്കണം. സഭയിലൊക്കെ ഒന്ന് നുണയൊക്കെ പറയുന്നവരായിരിക്കും നമ്മൾ. ദൈവത്തിന്റെ മുമ്പിൽ പോയാൽ പക്ഷേ തുറന്നിരിക്കണം. കർത്താവെ ഞാനൊരു, അല്ലേ, പണ്ട് ഞാനൊരിക്കൽ പ്രാർത്ഥിച്ചു, കർത്താവ് ഞാനൊരു ഭൂലോക ചെറ്റയാണ്, അല്ലേ. ഞാൻ ഈ മലയാളത്തിലധികം പ്രാർത്ഥിക്കാത്ത ഒരാളാണ്, എങ്കിൽ പോലും ആ വാക്കെന്റെ വായി വന്നു. പക്ഷെ അത് നന്നായി. കാരണം എന്താണ്? താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കും. നമ്മൾ താഴാതെ വലിയ ആളാണെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കൃപയെ ലഭിക്കത്തില്ല. അതോ അപ്പൊ മഹനീയം എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് അവൻ പ്രാർത്ഥിച്ചു, ഹൃദയംഗമായി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കഥയെ മാറ്റിമറിക്കുന്നത്. 32-ാം അധ്യായം പലപ്പോഴും പലരും ഒന്ന് പ്രസംഗിക്കും, ഈ ഭാഗങ്ങളൊന്നും പ്രസംഗിക്കത്തില്ല. പിന്നെന്താ? പെനിയലിലെ സംഭവം പ്രസംഗിച്ചുകൊണ്ടിരിക്കും, മല്യുദ്ധം നടന്ന സംഭവമൊക്കെ പറയും. പക്ഷെ അതിനു മുൻപ് പല കാര്യങ്ങളും നമ്മൾ കാണണം. ഈ പ്രാർത്ഥനയാണ് യാക്കോബിനെ മഹനയീമിൽ നിന്ന് പെനിയേലിൽ എത്തിച്ചത്. ഈ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് ആഴമേറിയ ദൈവിക സന്ദർശനം അവൻ അനുഭവിച്ചത്. ഈ പ്രാർത്ഥനയാണ് അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ച് അവൻ യാക്കോബിൽ നിന്ന് ഇസ്രായേലായി മാറിയത്. ഈ പ്രാർത്ഥന കാണാതെ പെനിയേലും പഠിച്ചുകൊണ്ടിരുന്ന കോരിത്തെരിപ്പിന്റെ ഒരു പ്രസംഗം മാത്രമേ ആകത്തുള്ളൂ, രോമാഞ്ചം കിട്ടുന്ന ഒരു പ്രസംഗം മാത്രമേ ആകത്തുള്ളൂ. വസ്തുത നമ്മൾ പഠിക്കത്തില്ല. താഴ്മയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ദാഹത്തോടെ ഇരിക്കുന്ന ജനങ്ങൾ പെനിയേൽ എത്തുക തന്നെ ചെയ്യും. അവർ വെറുതെ മഹനീയത്തിൽ ആ ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയല്ല, അവർ ദൈവത്തെ കാണും.
അതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മഹനൈമിൽ നിന്നുള്ള യാത്ര എങ്ങോട്ടാണ്? പെനിയേലിലേക്കാണ്. അല്ലേ? പെനിയേലിന്റെ സംഭവം നമുക്ക് നോക്കാം. 32-ാം അധ്യായത്തിന്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. ആ ആമേൻ. അപ്പോൾ രാത്രി തന്നെ ഒറ്റയ്ക്കായപ്പോൾ ഒരു മനുഷ്യൻ തന്നോട് കൂടെ വന്ന് മല്ലയുദ്ധം നടത്താൻ തുടങ്ങി. ഒരു മനുഷ്യനായിട്ട് തോന്നിയെങ്കിലും പിന്നീട് 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അറിയാം, യാക്കോബ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടു. ആദ്യം മനുഷ്യനായിട്ടൊക്കെ തോന്നി, പിന്നീട് മനസ്സിലായത് ഇത് ദൈവം തന്നെ ഇറങ്ങി വന്നിരിക്കുകയാണ്. അത് ആരാണെന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ പണ്ഡിതന്മാർ പറയാറുണ്ട്. യഹോവയുടെ ദൂതനെന്നും ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിന് മുൻപേ ഉള്ള ഒരു പ്രത്യക്ഷത എന്നും ഒക്കെ പറയാറുണ്ട്. എന്നാലും ദൈവം തന്നെ ഇറങ്ങി വന്നത്. നേരത്തെ അവിടെ ഒരു പാളയം കണ്ടു ദൂതന്മാരുടെ, ഇപ്പോ ദൂതനുമായിട്ട് മുഖാമുഖം, അല്ലേ? എന്നിട്ടൊരു സ്നേഹ സംസാരത്തിനല്ല, ഒന്ന് മല്ലയുദ്ധം. ഇവിടെ പുറകിലെ അമ്മായപ്പൻ, മുമ്പില് സഹോദരൻ, ഇതിനിടയിൽ വേറൊരുത്തൻ. നമ്മൾ പറയും കൂനിന്മേ കുരു എന്നൊക്കെ പറയും. ഉള്ള പ്രശ്നത്തിനല്ലേ, ചെകുത്താനും കടലിനും ഇടയിലാണ് നിൽക്കുന്നത്, അതിനിടയിലാണ് നിനക്കിനി അടുത്തത്. ഒറ്റയ്ക്കൊന്ന് രാത്രിയൊന്ന് കടൽ അവിടെ നദീ തീരത്ത് പോയി നിന്നപ്പോൾ കണ്ടൊരുത്തം കട വരുന്നു, അല്ലേ? അവന് യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. പക്ഷേ പിന്നീട് അവന് മനസ്സിലായി ഇത് സാധാരണ ഒരു മനുഷ്യനൊന്നുമല്ല, അല്ലേ? അവിടെ വെച്ചാണ് അവൻ ദൈവത്തെ മുഖാമുഖം കാണുന്നത്. പിന്നീട് അവൻ്റെ തുടയുടെ തടത്തി തൊട്ടു. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത കാര്യത്തിൽ അടുത്ത വസ്തുതയിൽ ചിന്തിക്കാം. പക്ഷേ അവിടെ യാക്കോബിന് സംഭവിച്ചത്, ഈ മനുഷ്യൻ, ഈ ദൈവദൂതൻ ഞാൻ പോവുകയാണ് രാവിലെയായെന്ന് പറഞ്ഞപ്പോൾ യാക്കോബ്, അവന് നിൽക്കാൻ വയ്യ, അവൻ ഉളുക്കിയിരിക്കുകയാണ്. അവൻ മിക്കവാറും ആ ദൂതന്റെ കാല് പിടിച്ച്, അയ്യോ നിന്നെ ഞാൻ വിടുകയില്ല, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. മല്ലയുദ്ധം നടത്തുന്ന ആളുടെ അടുത്ത് തന്നെ ഇപ്പൊ അനുഗ്രഹം ചോദിക്കുന്ന അവന് മനസ്സിലായി, അവന്റെ ജീവിതം ഇത്രയും നാളും അവൻ ഇങ്ങനെ അവിടോട്ടും ഇവിടോട്ടും ഒക്കെ പോയതെന്ന് അവൻ പഠിച്ചൊരു പാഠത്തിന്റെ വെളിച്ചത്തിലാണ് അവനത് പറയുന്നത്. ഞാൻ മനുഷ്യരുമായിട്ട് ഒരുപാട് മല്ലയുദ്ധം നടത്തി. ആദ്യം അപ്പനായിട്ടും യേശാവായിട്ടും പിന്നെ ലാബാനായിട്ടും, അല്ലേ? അങ്ങനെ യുദ്ധം ചെയ്താണ് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലായി, ദൈവമാണ് എൻ്റെ യഥാർത്ഥ അനുഗ്രഹം. അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവന് രൂപാന്തരം സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ ഇനി മനുഷ്യരുടെ പുറകെ നടക്കുകയില്ല, അവനോട് യുദ്ധം ചെയ്യാൻ പോകത്തില്ല, അവരുമായിട്ടല്ല എനിക്ക് പോരാട്ടം. എനിക്ക് ദൈവം തന്നെ എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് ദൈവത്തെ കിട്ടണം. അങ്ങനൊരു അവന്റെ ഉള്ളിലൊരു നിലവിളി ഉണരാൻ തുടങ്ങി. അവൻ പറഞ്ഞു, വിടത്തില്ല, നീ എന്നെ അനുഗ്രഹിച്ചല്ല. അത് അനുഗ്രഹം കിട്ടാനുള്ള പ്രാർത്ഥനയെക്കാളും ദൈവത്തെ കിട്ടാനുള്ള പ്രാർത്ഥനയാണ്. കാരണം അവിടെ അനുഗ്രഹത്തെക്കുറിച്ച് ഒരു ഡിസ്കഷനും ഇല്ല. മാത്രമല്ല, യാക്കോബ് എന്തെങ്കിലും അനുഗ്രഹം കിട്ടാതിരിക്കുന്ന സമയമല്ല, എങ്ങനെയാലും യേശാവിന്റെ അടുക്കൽ ചെന്നിട്ട് ജീവിക്കാൻ പറ്റണം, കൊല്ലാതിരിക്കണം. അപ്പൊ ഇവിടെ എന്താ ഈ അനുഗ്രഹം? എനിക്ക് നീ എന്നെ അനുഗ്രഹിക്കണം. ഈ അനുഗ്രഹിക്കുന്ന വ്യക്തിയാണ് അവൻ ഇമ്പോർട്ടന്റ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു ദാഹം, ഒരു ആഴമേറിയ ദൈവവുമായിട്ടുള്ള ആഴമേറിയ ഒരു സംസർഗത്തിന്റെ അനുഭവം. ഈ ഒരുപാട് പ്രാർത്ഥിക്കുന്നവർക്കറിയാം, ഈ സഭയിൽ ഒരുപാട് പേര് കാണും, പ്രാർത്ഥനയുടെ സീസണിൽ പ്രാർത്ഥിച്ച് ഒരു ഘട്ടമെത്തുമ്പോൾ ദൈവം ഇറങ്ങി വരും. ദൈവത്തെ നമ്മൾ മുഖാമുഖം കാണുന്നത് പോലത്തെ ആഴമേറിയ ചില അനുഭവങ്ങൾ ഇറങ്ങി വരും. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നലകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് മഹനൈമിൽ അവൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് പെനിയേലിൽ ഇത് സംഭവിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം കൂടെയുണ്ട്. നമ്മൾ 2 പാളയങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഉറങ്ങാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുവെങ്കിൽ,
ദൈവനിയോഗത്തിന്റെ നടുവിൽ നടക്കുന്നു, ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിക്കുന്നു, എനിക്ക് ചുറ്റും ദൈവം പാളയമിറങ്ങി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം, ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പ്രാർത്ഥിച്ച് ഇനിയും ആഴമേറിയ ചില ദൈവിക സന്ദർശനങ്ങൾ ഞാൻ പ്രാപിക്കേണ്ടതായിട്ടിരിക്കുന്നു, ആത്മാവിൽ പണിയപ്പെടേണ്ടതായിട്ടിരിക്കുന്നു, ദൈവത്തെ കൂടുതൽ മുഖാമുഖം കണ്ട് രൂപാന്തരം പ്രാപിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്വം. അതിന് പ്രതിഫലമായി ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും. അവനെ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്ന സകലർക്കും അവനെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം ഇറങ്ങി വന്നില്ലെന്ന്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. ദൈവം വിശ്വസ്തനാണ്. ആര് പൂർണ്ണ ഉള്ളത്തോടെ അവനെ തേടുന്നുവോ അവർക്ക് അവൻ പ്രത്യക്ഷമാകുക തന്നെ ചെയ്യും. പ്രാർത്ഥന വ്യർത്ഥമല്ല, ഒരു പ്രാർത്ഥനയും വ്യർത്ഥമല്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പെനിയേലിൽ വെളിപ്പെടുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് പ്രിയപ്പെട്ടവർ. അവസാനമായിട്ടും അഞ്ചാമതായിട്ടും അവന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയ ഒരു രൂപാന്തരം അവിടെ ഉണ്ടായി. മഹനൈമിൽ വെച്ച് അവൻ പ്രാർത്ഥിച്ചതിന്റെ ഉത്തരമായിട്ട് പെനിയേലിൽ വെച്ച് അവൻ അനുഭവിച്ച ദൈവിക സന്ദർശനം നിമിത്തം യാക്കോബിന് അനുഗ്രഹം കിട്ടിയെന്ന് മാത്രമല്ല, അവൻ രൂപാന്തരപ്പെട്ടു. 3 രീതിയിൽ രൂപാന്തരപ്പെട്ടെന്ന് പറയാം. ഒന്നാമതായിട്ട് അവന്റെ നടപ്പ് മാറി. ഏത്? അക്ഷരാർത്ഥത്തിലുള്ള നടപ്പ് പോയി. എന്തുപറ്റി? തൊടയുടെ തടത്തിൽ കർത്താവ് ഒന്ന് തൊട്ടു, ഉളുക്കി, അല്ലേ? അപ്പൊ കർത്താവ് ഒരു അടി കൊടുത്തിരുന്നെങ്കിൽ ചത്തേനെ. അപ്പൊ അത് കൃപയുടെ സ്പർശനമായിരുന്നു കേട്ടോ. തൊട്ടാ ഉളുക്കുമെങ്കിൽ അടിച്ചാ ചത്തുപോയത്. അപ്പൊ എന്തോ മല്ല യുദ്ധമായിരുന്നു. ഞാൻ ചില വീട്ടിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രായമൊക്കെ ഉള്ള മോൾ അല്ലെങ്കിൽ മോന് അപ്പനുമായിട്ട് ഗുസ്തി മത്സരം. അപ്പനും ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടേലും ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. കാരണം വെച്ചു കൊടുത്താൽ അപ്പ ചത്തുപോകും. അപ്പൊ അപ്പനും മോനും കട്ടിലിൽ കിടന്ന് ഗുസ്തി കിടന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ എന്തോ ഒരു ഗുസ്തി കൂടുതലായിരുന്നു പെനിയേൽ സംഭവിച്ചത്. അല്ലാതെ കർത്താവ് അങ്ങോട്ട് പിടിക്കൊന്നുമല്ല. കർത്താവ് ഇവന്റെ ജഡത്തിൻ്റെതായുള്ള ശക്തി പൂർണ്ണമായിട്ടും പുറത്തൊഴുകി പോകട്ടെ എന്ന് വെച്ച് മല പിടിച്ചോ, നിന്റെ എല്ലാ സ്വയം പര്യാപ്തതയും നശിക്കട്ടെ, നീ ഇനി മുതൽ ഉളുക്കി ഒരു വടിയിൽ ആശ്രയിച്ച് നടക്കുന്നത് പോലെ, എന്നിൽ ആശ്രയിച്ച് നടക്കുന്ന പോലെ ഒരു ബലഹീനനാകട്ടെ. കർത്താവിന്റെ ആഗ്രഹം നമ്മളെല്ലാരെയും കുറിച്ചും അത് തന്നെ. നമുക്ക് സ്വയം പര്യാപ്തത നഷ്ടപ്പെടണം, ജഡത്തിന്റെ എല്ലാ സ്വാധീനവും നഷ്ടപ്പെടണം, നമ്മൾ അബലന്മാരായി തീരണം. കൃപയില്ലെങ്കിൽ ഞാനില്ല എന്ന് പറയുന്നവരാ താഴ്മയുള്ളവരായി മാറണം. അത് പലർക്കും അറിഞ്ഞൂടാ. ഇന്നത്തെ ചില പ്രസംഗങ്ങൾ കേട്ടാൽ തോന്നുന്നു നമ്മളെ ആളാക്കാനാണ് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത്. നമ്മളെ ആളാക്കാൻ ദൈവം ഇറങ്ങി വരികയില്ല. അവന്റെ മഹത്വത്തിനായിട്ട് ബലഹീനരെ കൃപ കൊടുത്ത് ഉപയോഗിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അല്ല നമ്മുടെ ഉള്ളിലിരിക്കുന്ന മോഹങ്ങളെല്ലാം നടത്തി ആളാക്കാൻ ഒരു ദൈവം ഇറങ്ങി വന്നു. അത് കുപ്പിയിലെ ഭൂതം, അത് ദൈവമല്ല. നിങ്ങളൊക്കെ കോമിക്സിലൊക്കെ വായിക്കുന്ന കുപ്പിയിലെ ഭൂതം അല്ല ദൈവം. ദൈവം ഇറങ്ങി വരുന്നത് നമ്മുടെ സ്വയത്തിന്റെ ബലമെല്ലാം ക്ഷയിച്ച് അവനിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യനായി മാറുക. യെരമ്യാ പറയുന്നത് പോലെ യഹോവയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ, അവന്റെ ജഡത്തിന്റെ ഭുജബലത്തിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. നമുക്ക് ചുറ്റും ലോകം പറയുന്നു നമുക്ക് മലമറിക്കാം, നമുക്ക് കാട് കയറാം, നമുക്ക് എന്തും ചെയ്യാം, നീ ഒന്ന് വിശ്വസിച്ചാൽ മതി. അതല്ല ഈ പ്രസംഗം. ഈ പ്രസംഗം നിന്റെ ശക്തിയെല്ലാം ക്ഷയിക്കട്ടെ, നിന്റെ സ്വയത്തിന്റെ ശക്തിയെല്ലാം ക്ഷയിക്കട്ടെ, നിന്റെ സ്വയം പര്യാപ്തത നശിക്കട്ടെ. നീ യാക്കോബ് ഉളുക്കി ആ ദൂതന്റെ കാൽ കീഴെ കിടന്ന് പറഞ്ഞതുപോലെ, കർത്താവേ നീ ഇല്ലെങ്കിൽ എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല, നിന്റെ അനുഗ്രഹമാണ് എനിക്ക് അനിവാര്യം എന്ന് പറഞ്ഞ പോലെ ഒരു ബലഹീനത അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അവന്റെ ശാരീരികമായ നടപ്പിൽ തന്നെ പിന്നെ എല്ലാവരും കണ്ടു വടി പിടിച്ച് അവന് നിൽക്കാൻ പറ്റത്തുള്ളൂ. എബ്രായർ 11 പോലും അത് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്താൽ യാക്കോബ് വടിയിൽ തൂങ്ങി നിന്നു. അത് അവന്റെ വ്യക്തിത്വമായി. യാക്കോബിനെ അറിഞ്ഞൂടെ? ആര്? മറ്റേ വടി നടക്കണവൻ. അല്ലാതെ യാക്കോബ് എന്ന് പറഞ്ഞ മസിലുള്ളവൻ, ഞെളിഞ്ഞു നടക്കുന്നവന് പിന്നെ ആരും പറയാതെയായി. അവന്റെ ശാരീരിക നടപ്പ് മാത്രമല്ല, അവന്റെ ആത്മീക നടപ്പും മാറി. 27ഉം 28ഉം വാക്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ദൂതനോട് അവൻ പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവനോട് ചോദിക്കുകയാണ്, നിന്റെ പേര് എന്ത്? എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? കുറെ വർഷങ്ങൾക്ക് മുമ്പ് അനുഗ്രഹം പ്രാപിക്കുവാൻ യാക്കോബ് ഒരിടത്ത് പോയപ്പോൾ അപ്പോഴും ഒരു വ്യക്തി ചോദിച്ചു, നിന്റെ പേരെന്തുവാ? അന്ന് അവൻ കള്ളം പറഞ്ഞു, ഞാൻ ഏശാവ്.
നമ്മൾ ആദ്യം വായിച്ച വാക്യം, ഇസഹാക്കിനോട് അവൻ കള്ളം പറഞ്ഞ് അനുഗ്രഹം പ്രാപിച്ചു. ഇന്ന് ദൈവം യഥാർത്ഥ അനുഗ്രഹം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ കള്ളം പറഞ്ഞില്ല, അവൻ സത്യം പറഞ്ഞു. ഞാൻ വെറും യാക്കോബ്, നുണ പറയുന്ന യാക്കോബ് സത്യം പറഞ്ഞു. അവന്റെ ആത്മീക രൂപാന്തരത്തെ അത് സൂചിപ്പിക്കുന്നു. മാത്രമല്ല അവന്റെ പേര് ദൈവം മാറ്റി. യാക്കോബ് എന്ന് പറഞ്ഞാൽ ഉപായം ചെയ്യുന്നവൻ, വഞ്ചിക്കുന്നവൻ എന്നാണ്. ഇന്ന് നമ്മൾ പലരും ജേക്കബ് എന്നും ജെയിംസ് എന്നും ഒക്കെ വെച്ചോണ്ട് നടപ്പുണ്ട്, ഞെളിഞ്ഞ് നടപ്പുണ്ട്. ആ വാക്കിന്റെ അർത്ഥം അറിയാവോ? ഉപായം ചെയ്യുന്നവൻ, പറ്റിക്കുന്നവൻ, വഞ്ചിക്കുന്നവൻ എന്നൊക്കെ അതിന്റെ അർത്ഥം. ഡിസീവർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ പേര് മാറ്റിയിട്ട് ഇസ്രായേൽ എന്ന് പേരിട്ടു. എന്താണ്? ദൈവത്തോട് മല്ല് പിടിക്കുന്നവൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവിക പദ്ധതികൾക്ക് വേണ്ടി പോരാടുന്നവൻ, എരിവുള്ളവൻ എന്നുള്ള അർത്ഥമാണ്. ദൈവത്തോട് മല്ല് പിടിക്കാന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ഗുസ്തി കൂടുക എന്നല്ല. ദൈവം പറയണ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അനുസരിക്കത്തില്ല. അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് ദൈവം അനുസരിക്കണമെന്നും കിട്ടണ്ട, അനുസരിക്കാതെ എനിക്ക് അനുഗ്രഹം കിട്ടാമോ, അങ്ങനല്ല. ആ മല്ല് പിടുത്തമല്ല. ഇത് പ്രാർത്ഥനയിലൂടെ, ദൈവത്തിന്റെ സംസർഗത്തിലൂടെ പ്രാർത്ഥിച്ച് മല്ല് പിടിക്കുക, പോരാടുക, ദൈവിക പദ്ധതികൾ നടത്തി കാണുവാൻ വേണ്ടി എരിവോടെ കാത്തിരിക്കുക, അതിനുവേണ്ടി ബന്ധപ്പെടുക. ആ അർത്ഥത്തിലാണ് അവൻ ഇസ്രായേലാകുന്നത്. ദൈവത്തിന് വേണ്ടി എരിവുള്ളവൻ, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി എരിവുള്ളവൻ, ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാതെ ദൈവത്തെ പോലും വെറുതെ വിടാത്തവൻ. നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് അങ്ങനെ വിവരിക്കാൻ പറ്റുമോ? ദൈവത്തിന് പോലും സ്വസ്ഥത കൊടുക്കാത്തവരാണെന്ന്. അത്ര എരിവും തീക്ഷ്ണതയും ഉള്ളവൻ. അവന്റെ നടപ്പ് മാറി, അവന്റെ ആത്മീകം മാറി, അവന്റെ പേരും മാറി. ജീവിതത്തിൽ വഴിത്തിരിവുകൾ സമ്മാനിക്കുന്ന രൂപാന്തരം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോൾ ഈ യാത്ര ഒന്ന് ഉപസംഹരിച്ച് ഞാൻ പറഞ്ഞിട്ട് വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അനുസരണത്തിൽ ആരംഭിച്ച് വില കൊടുത്തുള്ളൊരു മടങ്ങി വരവിലൂടെ, താഴ്മയുള്ള പ്രാർത്ഥനയിലൂടെ, ദൈവത്തിന്റെ ആഴമേറിയ ചില സന്ദർശനങ്ങൾ അനുഭവിച്ച് ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉളവാക്കുന്ന രൂപാന്തരം പ്രാപിക്കുന്ന യാത്രയാണ് മഹനയീമിന്റെ യാത്ര. ഇനി അവസാനമായിട്ടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, എന്തിനാ ഇത് ഇന്നിവിടെ വന്ന് പ്രസംഗിക്കുന്നതറിയാവോ? ഇവിടെ വന്ന് എന്ത് പ്രസംഗിക്കണമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ദൈവം എനിക്ക് നിയോഗം തന്നിട്ട് ഞാൻ പറഞ്ഞ ദൂത, അല്ലാതെ ഞാൻ ഇത് വെച്ച് പഠിച്ച് എന്നാൽ ഇത് കൊള്ളാം മഹനീയ സഭയെ കൊണ്ട് പ്രസംഗിക്കാമെന്ന് ബുദ്ധി തോന്നിയ പ്രസംഗമല്ല. അങ്ങനെ ആയിരുന്നു ഞാൻ 2-3 വർഷം മുമ്പ് ആദ്യം വന്നപ്പോഴേ ഇത് പ്രസംഗിക്കണമായിരുന്നു. അങ്ങനെ ബുദ്ധി തോന്നിയ പ്രസംഗമല്ല ഇത്. ഒരു ദിവസം ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ എന്നോട് ദൈവം പറഞ്ഞ പ്രസംഗമായിരുന്നു, നീ ഇപ്പോൾ ഉറങ്ങണ്ട, ഈ പ്രസംഗം ഉണ്ടാക്കുക, അത് അവിടെ പോകണം ഓളത്ത്. ഈ വർഷം ഞാനിവിടെ പ്രസംഗിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ബോധ്യം. ഇതെന്താ അറിയാമോ ഇവിടെ പ്രസംഗിക്കുന്നത്? ഈ സഭയ്ക്ക് ഈ പേര് വന്നത് ആകസ്മികമാണെന്ന് ആരും ചിന്തിക്കരുത്. മഹനയും സഭയെന്ന് ഈ സഭയ്ക്ക് പേര് വരാൻ കാരണം ഈ പറഞ്ഞ 5 ശുശ്രൂഷകളും ഇവിടെ സംഭവിക്കേണ്ടതാണ്. ദൈവവചനത്തോട് അനുസരണം വളർന്നു വരണം, വിലയേറിയ മാനസാന്തരം ഇവിടെ ഉളവാകണം, താഴ്മയോടെ അഭയാചന കഴിക്കുന്ന ഒരു പ്രാർത്ഥനാലയമായിരിക്കണം, ആഴമേറിയ ദൈവിക സന്ദർശനങ്ങൾ അനുഭവിക്കുന്ന ജീവിതങ്ങൾ ഇതിനകത്ത് കടന്നു വരണം. ജീവിതത്തിൽ വഴിത്തിരിവുകളായി മാറുന്ന ആ അതിശക്തമായ രൂപാന്തരങ്ങൾ ഉളവാക്കുന്ന ഒരിടമായിരിക്കണം. അതിലെല്ലാം ഏറ്റവും ഒത്ത നടുവിൽ കാതലായ വസ്തുത പ്രാർത്ഥന. മഹനയീമിലേക്ക് കടന്നു വരുവാനാണ് അനുസരണവും മാനസാന്തരവും. മഹനയീമിൽ നിന്ന് കടന്നു പോകുമ്പോഴാണ് പെനിയലിലെ ദൈവിക സന്ദർശനവും രൂപാന്തരവും. മഹനയീമിൽ സംഭവിക്കുന്ന എന്താണ്? പ്രാർത്ഥന. പ്രാർത്ഥന. ഈ സഭയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഒരു അഭിഷേകം ദൈവം തന്നിട്ടുണ്ട് പാസ്റ്ററിലൂടെ. നിങ്ങൾക്കൊക്കെ അനുഭവമുള്ള പല കാര്യങ്ങളുമാണ് ഇന്ന് പ്രസംഗിച്ചത്. പക്ഷെ അതിനിയും അതിശക്തമായിട്ട് ഈ സഭയിലൂടെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു ഉത്സാഹമായിരിക്കട്ടെ. 2026 ഈ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇവിടെ ഈ 5 ശുശ്രൂഷകളും വളർന്നു പന്തലിക്കട്ടെ. ആമേൻ. കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ഈ വചനം ഏറ്റെടുക്കാം. ദൈവത്തിന് സ്തോത്രം. ആകസ്മികമായിട്ടല്ല നമുക്ക് ഈ പേര് കടന്നു വന്നു. ദൈവം അറിഞ്ഞ പ്രവചനാത്മാവിൽ ഈ പേര് ആരുടെയോ മുഖാന്തരം, എനിക്ക് കഥയൊന്നും പറഞ്ഞുകൂടി ഈ സഭയ്ക്ക് എങ്ങനെ ഈ പേര് വന്നത്, പക്ഷെ ഈ പേര് ദൈവം നൽകിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അനുസരണം വളർന്ന, നമ്മുടെ ജീവിതത്തിലെ ശുശ്രൂഷകൾ വളർന്ന ഈ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ സഭ വളരട്ടെ. 2026 ഈ പറയുന്ന 5 അനുഭവങ്ങളും ഇവിടെ ഇരിക്കുന്ന സകല ജീവിതങ്ങളിലും വെളിപ്പെടട്ടെ. ദൈവം ആ രീതിയിൽ പ്രവർത്തിക്കട്ടെ. അനുസരണം വളരട്ടെ, മാനസാന്തരം വളരട്ടെ, പ്രാർത്ഥന വളരട്ടെ, ദൈവിക സംസർഗങ്ങൾ വളരട്ടെ, രൂപാന്തരം വളരട്ടെ. യാക്കോബിന്റെ ഈ യാത്ര തന്നെ നമ്മുടെയും യാത്രയാകട്ടെ. കാരണം മാനുഷിക കണ്ണിൽ ഇവിടെ കുറച്ചു പേര് വന്നിരിക്കുന്നു, കുറച്ചു പേര് പ്രാർത്ഥിക്കുന്നു, ഒരുത്തം പ്രസംഗിക്കുന്നു. മാനുഷിക കണ്ണിൽ ഇവിടെ ഒരു പാളയമേ ഉള്ളൂ. പക്ഷേ മനസ്സിലാക്കുക, അദൃശ്യമായ വേറൊരു സൈന്യം നമ്മളോട്
നമ്മളോട് കൂടെയുണ്ട്. ഇവിടെ രണ്ട് പാളയങ്ങളുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. കൃപയുടെ നാഥനും അവന്റെ ദൂതഗണങ്ങളും നമ്മളോട് കൂടെയുണ്ട്, കൂടെയുണ്ട്, കൂടെയുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടെ, അനുസരണത്തോടെ ഈ യാത്രയിൽ നമുക്ക് മുന്നോട്ട് നടക്കാം. പ്രിയമുള്ളവരെ, ധൈര്യത്തോടെ നടക്കാം. കർത്താവ് കൂടെയുണ്ട്, കർത്താവ് കൂടെയുണ്ട്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ച് ഈ വചനം ഏറ്റെടുത്താട്ടെ. ഏതെങ്കിലും ഭാഗത്ത് വെച്ച് കർത്താവ് നിങ്ങളോട് വ്യക്തിപരമായി നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ച് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നിങ്ങൾ പ്രതികരിക്കുക. അവൻ കൂടെയുണ്ട്. നാം ഒറ്റയ്ക്കല്ല. അനുസരണത്തിന്റെ പാതയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. മാനസാന്തരത്തിന്റെ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. ഭയപ്പാടുകളെ പ്രാർത്ഥനയാക്കി മാറ്റിയാൽ നമ്മൾ ഒറ്റയ്ക്കല്ല. ദൈവം പെനിയേലിന്റെ അനുഭവങ്ങൾ നമുക്ക് നൽകും. മുഖാമുഖം കാണുന്ന ചില എൻകൗണ്ടറുകൾ, കർത്താവിനെ കണ്ടുമുട്ടുന്ന ചില അവസ്ഥകൾ നമുക്ക് അവൻ ഉളവാക്കി തരും. രൂപാന്തരം അവൻ നൽകുക തന്നെ ചെയ്യും. നമ്മൾ ഒറ്റയ്ക്കല്ല. 2025 അവസാന ഞായറാഴ്ച സകലരും ഈ വചനം ഏറ്റെടുത്താട്ടെ. ഉത്സാഹത്തോടെ, വിശ്വാസത്തോടെ 2026 നമുക്ക് കാലെടുത്തു വെക്കാം. കർത്താവ് കൂടെയുണ്ട്. നാം ഒറ്റയ്ക്കല്ല. ഇത് രണ്ട് പാളയങ്ങൾ. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അദൃശ്യമായ അവന്റെ സേന നമ്മളോട് കൂടെയുണ്ട്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, കേൾപ്പിച്ച ദൂതനായിട്ട് സ്തോത്രം. ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന എല്ലാ പ്രോത്സാഹനവും, പ്രബോധനവും, ഉത്സാഹവും നിന്റെ ജനത്തിന് പൂർണ്ണമായിട്ട് പകർന്നു കൊടുത്താട്ടെ കർത്താവേ. എനിക്കില്ലാത്ത വാക്ചാതുര്യത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളോട് സംവദിക്കണമേ, അവരുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ, വിശ്വാസം ഉളവാക്കി കൊടുക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, ഈ മഹനേം സഭ ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ അനുസരണത്തിന്റെയും മാനസാന്തരത്തിന്റെയും പ്രാർത്ഥനയുടെയും ദൈവിക സന്ദർശനങ്ങളുടെയും രൂപാന്തരത്തിന്റെയും ശുശ്രൂഷകൾ അനുഭവിക്കുന്ന ഒരു സ്വർഗീയ സേനയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകളിലെല്ലാം ഞങ്ങൾ പലവിധ സാക്ഷ്യങ്ങളിലൂടെ അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും അതിശക്തമായിട്ട് ഈ ദൈവസഭയുടെ മേൽ അങ്ങ് വെച്ചിരിക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. അടുത്തൊരു തലത്തിലേക്ക് അവർ കടന്നു കയറട്ടെ കർത്താവേ. 2026 വളരെ ഫലപ്രാപ്തിയോടുകൂടെ പ്രാർത്ഥനയുടെ അതിശക്തി കർത്താവേ ഇവിടെ വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. അക്ഷരീകമായ ചില യാത്രകൾക്ക് ചിലർ ഒരുങ്ങുകയാണ്. ചിലപ്പോൾ വിവാഹത്താലായിരിക്കും, ചിലപ്പോൾ ജോലിപരമായിരിക്കും. നിങ്ങൾ അക്ഷരീകമായ അക്ഷരാർത്ഥത്തിൽ ഒരു യാത്രയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കുള്ള ദൂതാണ്, ഈ യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല. ദൈവം നിങ്ങളോട് കൂടെ വരും. മഹനയും സഭയിൽ നിന്ന് കടന്നുപോയി മറ്റൊരിടത്ത് പോകുകയാണേലും അവിടെയും നിന്റെ ദൈവം ഇറങ്ങി വന്നൊരു മഹനേയമാക്കി മാറ്റും. സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്നവർ, പ്രായമുള്ള അപ്പനമ്മമാർ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആരും നിങ്ങളുടെ ദുഃഖം കാണത്തില്ലായിരിക്കും. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. പെനിയേലിലേക്ക് ഈ സഭയെ കടത്തിക്കൊണ്ടുപോകാൻ ചില അപ്പനമ്മമാരായിരിക്കും പ്രാർത്ഥിക്കാൻ പോകുന്നത്. ചില അമ്മച്ചിമാരുടെ പ്രാർത്ഥന നിമിത്തമായിരിക്കും ഈ സഭയിൽ ദൈവ സാന്നിധ്യം അങ്ങനെ വ്യാപരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെ തന്നെ തുച്ഛീകരിക്കരുത്. ഇവിടെ ഇരിക്കുന്ന സകല ദൈവജനവും, എല്ലാ വ്യക്തികളും കർത്താവിന് വിലയേറിയതാണ്. സ്തോത്രം. സകലരും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള അപ്പച്ചനമ്മമാർ, നിങ്ങൾ എല്ലാവർക്കുമുള്ള ദൂതാണ്. പ്രാർത്ഥിക്കുക. മഹനേമിന്റെ ദൈവം പെനിയേലിന്റെ ദൈവമായി വെളിപ്പെട്ട് ജീവിതത്തിൽ അതിശയകരമായ രൂപാന്തരങ്ങൾ ഉളവാക്കി അവന്റെ നാമത്തെ അംഗീകരിക്കുവാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവേ, ഈ വർഷത്തിന്റെ അവസാന ഞായറാഴ്ച ഇവിടെ കടന്നു വരുവാനും നിന്റെ ജനത്തോടൊപ്പം ആയിരിക്കാനും ഈ ദൂത് കൈമാറുവാനും അടിയന് നൽകിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. മുന്നോട്ടുള്ള ഇവരുടെ യാത്രയിൽ നീ കൂടെ ഇരിക്കണമേ. ഞങ്ങൾ കേട്ടതുപോലെ ദൈവീക സംരക്ഷണം അവരുടെ എല്ലാ വിഷയങ്ങളിലും അവരനുഭവിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പേരായി, കുടുംബമായി, സഭയായി അടിയൻ അവരെ അങ്ങയുടെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ റൂമിന് കീഴിലിരിക്കുന്ന സകല വ്യക്തി ജീവിതങ്ങളെയും, രക്ഷിക്കപ്പെട്ടവരാകട്ടെ, രക്ഷിക്കപ്പെടാനിരിക്കുന്നവരാകട്ടെ, കൊച്ചു കുഞ്ഞുങ്ങളാകട്ടെ, പ്രായമേറിയവരാകട്ടെ, എല്ലാവർക്കും വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു.
ഈ അനുഭവം അവർക്ക് നീ പകർന്നു കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ വിഷയങ്ങളിലും ദൈവീക സംരക്ഷണം അവർ അനുഭവിക്കട്ടെ. എല്ലാ ഭയപ്പാടും ഇന്ന് നീങ്ങട്ടെ കർത്താവേ. ദൈവം കൂടെ ഉണ്ടെന്നുള്ള ധൈര്യവും ഉത്സാഹവും അവരെ കൂടുതൽ അനുസരണത്തിലേക്ക് നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത്രത്തോളം ഈ വചന ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. സകല മാനവും മഹത്വവും അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു. സകല ആരാധനയും അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.